കാര്യലാഭത്തിന് വേണ്ടി നിസ്കരിക്കുന്നവരുണ്ട്. ഫതിൽക ഇബാദത്തു തുജ്ജാർ, അത് കച്ചവടക്കാരുടെ ഇബാദത്താണ്. വഇന്ന ഖൗമൻ അബദുല്ലാഹ റഹ്ബതൻ, അല്ലാഹുവിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. ഫതിൽക ഇബാദത്തുൽ അബീദ്, അത് അടിമകളുടെ ഇബാദത്താണ്. അടിമകൾ അങ്ങനെയാണ്, ഉടമസ്ഥൻ പറഞ്ഞത് പേടിച്ച് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അടി കിട്ടും. അടിമകൾ അങ്ങനെയാണ്. നമ്മൾ അടിമകളല്ലാവുന്നത് സ്വതന്ത്രരാണ് വേണ്ടത്. വഇന്ന ഖൗമൻ അബദുല്ലാഹ ശുക്റാ, അല്ലാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നവരുണ്ട്, നന്ദി ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവിനോട് ചെയ്യുന്ന നന്ദി. ഫതിൽക ഇബാദത്തുൽ അഹ്റാർ, അതാണ് സ്വതന്ത്രന്മാർ ചെയ്യുന്ന ഇബാദത്ത്. അങ്ങനത്തെ ഇബാദത്താണ് അടിമകളല്ലാത്തവർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശുക്റാ, അല്ലാഹുവിനെ നന്ദി ചെയ്തുകൊണ്ടുള്ള നിസ്കാരം. അപ്പൊ നമ്മൾ കച്ചവടക്കാരുടെ ആ ഇബാദത്തിലേക്ക് പോകുന്നില്ല, അടിമകളുടെ ഇബാദത്തിലുമല്ല. പിന്നെ എങ്ങനെ? ഇബാദത്തുൽ അഹ്റാർ, തഅബ്ബദുല്ലാഹ അബ്ദുല്ലാഹ ശുക്റാ, അല്ലാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മുടെ ഖൽബിലേക്ക് റബ്ബിനോടുള്ള ഹുബ്ബ് തന്നാൽ ഇബാദത്തിന് ഒരു രസം വരും. രാത്രി എഴുന്നേൽക്കാൻ ഭാരമുണ്ടാവില്ല, സുബ്ഹി ഖളാ ആവില്ല, നിസ്കാരത്തിനൊക്കെ ഒരു ആനന്ദം ലഭിക്കും. അള്ളാഹുവിനോടുള്ള ശുക്രായി കഴിഞ്ഞാൽ അള്ളാഹു തആല നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് ഈ സ്നേഹം വേണമെന്ന് പറയാൻ കാരണം? മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവനെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മുന്നിട്ടുകൊണ്ട് ചോദിക്കും, മൻ അന, ഞാൻ ആരാണെന്നറിയുമോ? അവര് പറയും, അൻത മാലികു റിഖാബിനാ, നീ ഞങ്ങളുടെ ഉടമസ്ഥനാണല്ലോ അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഉടമസ്ഥനാണ്, നീ ഞങ്ങളുടെ ഉടമസ്ഥനാണല്ലേ റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി വരും, അൻതും മഹിബ്ബതി, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്, എന്റെ കൂട്ടുകാരാണ്, എന്റെ മെഹബൂബുകളാണ്. ആരെ? അള്ളാഹുവിനെ സ്നേഹിച്ച് ഇബാദത്ത് ചെയ്തവരോട് അള്ളാഹു പറയും. പേടിച്ച് ഇബാദത്ത് ചെയ്തവരുണ്ടാവും, അള്ളാഹുവിൽ വല്ല മോഹണ്ടായിട്ട് ഇബാദത്ത് ചെയ്തവരെ കാണും. അള്ളാഹുവിനെ സ്നേഹിച്ച് ഇബാദത്ത് ചെയ്ത ഔലിയാക്കന്മാർ, അംബിയാ, അങ്ങനെയാണ്. അവരോടൊക്കെ അൻതും മഹിബ്ബതി, നിങ്ങൾ എന്റെ മെഹബൂബുകളാണ്. വ അഹ്ലു വിലായതി വ ഇനായതി, നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്, എന്റെ വേണ്ടപ്പെട്ടവരാണ്. ഹാ വജ്ഹി ഫശാഹിദു, ഇതാണ് എന്റെ മുഖം, കണ്ടോളൂ, കണ്ണ് നിറയെ കണ്ടോളൂ. ഹാ കലാമി ഫസ്മഉ, എന്റെ സംസാരം ഇതാ, നിങ്ങൾ മതിവരോളം കേട്ടോളൂ. ഹാ കഅസി ഫശ്റബൂ, നിങ്ങൾക്ക് ഞാനിതാ കുടിപ്പിക്കുന്നു, കുടിച്ചോളൂ. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ, അല്ലാഹു അവരെ കുടിപ്പിക്കും. സ്വർഗത്തിന്റെ വിശേഷം പറഞ്ഞ അങ്ങനെയാണ്. യുസ്ഖൗന മിൻ കഅസിൻ, കുടിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഗിൽമാൻ, സ്വർഗത്തിലെ കുട്ടികൾ വന്ന് കുടിപ്പിക്കുന്നവരുണ്ട്. അവിടെ ഭക്ഷണം വെച്ചു കൊടുത്തിട്ടുണ്ട്, പോയി ചെന്നെടുത്ത് കഴിക്കുന്നവരുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു ജല്ല ജലാലു തന്നെ സെർവ് ചെയ്യുന്നുണ്ട്, അല്ലാഹു എടുത്തു കൊടുക്കുന്നുണ്ട്. പല കാറ്റഗറി അല്ലേ. ഒരു ബഫേ ആണെന്ന് വിചാരിക്കുക, അവിടെ പോയി എടുത്ത് ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടേബിളിൽ ഇരിക്കുകയാണ്, നമ്മുടെ ആ പെൻഗ്വിന്റെ കുപ്പായൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ വരൂലേ ഭക്ഷണം ഇട്ട് തരാൻ, സപ്ലൈമാരൊക്കെ, അവര് വന്നിട്ട് നമുക്ക് ഭക്ഷണം ഇട്ട് തരുന്നുണ്ട്. അത് വേറെ ഒരു റെസ്പെക്ട്. അതല്ല, വീട്ടുകാരൻ തന്നെ വന്നിട്ട് ഭക്ഷണം ഇട്ട് തരിക. ഇതിലേതാ ഏറ്റവും ഉഷാറുള്ളത്? ആ വീട്ടുകാരൻ വിളമ്പി തരുമ്പോഴാണ്. വാടക കൊണ്ടുവന്ന കുട്ടികളാണ്, അല്ലാത്തത് നിങ്ങൾ പോയിട്ട് എടുക്കണം. ഈ 3 കാറ്റഗറിയും അല്ലാഹു സൂറത്തു ദഹറിൽ പറയുന്നുണ്ട് സ്വർഗവാസികളെ സംബന്ധിച്ച്. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ, അല്ലാഹു അവർക്ക് പരിശുദ്ധമായ പാനീയം അല്ലാഹു കുടിപ്പിക്കാൻ പോകുന്നു. ആർക്ക്? അല്ലാഹുവിനെ സ്നേഹിച്ച് ഇബാദത്ത് ചെയ്തവർക്ക്. അത് അല്ലാഹു ചെയ്യുന്ന, അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് അവരെ കുടിപ്പിക്കുകയാണ്. അല്ലാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് ആ മഹത്വം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കണം, അല്ലാഹുവിലേക്ക് അടുക്കണം. ഔലിയാക്കന്മാർ അല്ലാഹുവിലേക്ക് അടുത്തത് പരിശുദ്ധമായ ഇബാദത്തുകൾ ചെയ്തപ്പോഴാണ്. വമാ തഖറബ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി, അല്ലാഹു നിർബന്ധമാക്കിയത് ചെയ്യുന്നത് അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമാണ്.
ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه. സുന്നത്തുകൾ എടുത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് അയാളോട് സ്നേഹം തോന്നി തുടങ്ങും. ഫർള് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പോയി, സാധാരണഗതിയിലൊക്കെ ഫർള് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുക റമളാനിലാണ് ആൾക്കാർ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്തോന്നറിയില്ല. അപ്പൊ ആരോ പറഞ്ഞു റമളാനിൽ പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ, അപ്പൊ പിന്നെ 2 റക്അത്തൊക്കെ ഏറെക്കെ നിസ്കരിക്കും. മറ്റേത് ഫർള് കഴിഞ്ഞ് നമ്മൾ ഓടല്ലേ. സുബ്ഹാനല്ലാഹ്. ഫർള് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഫർള് കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരം പതിവാക്കുന്നവരെ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവരെ ഇഷ്ടപ്പെടും. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഈ വായിക്കുന്നത്. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹു എപ്പോഴാണ് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞത്? സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാൽ. സുന്നത്തായ സ്വതക്ക, സകാത്തിന്റെ പുറമെ സ്വതക്ക കൊടുത്തു. ഫർളായ നോമ്പുണ്ട് റമളാൻ, സുന്നത്തായ നോമ്പുകൾ എടുത്തു. ഫർള് നിസ്കാരമുണ്ട്, സുന്നത്തെടുത്തു. ഖുർആൻ ഓതി കുറെ, അങ്ങനെ എപ്പോഴും വുളു എടുത്തു. ഇങ്ങനെ തുടങ്ങി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാൽ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവരെ ഇഷ്ടപ്പെടും. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവരെ ഇഷ്ടപ്പെട്ടാലോ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവര് കേൾക്കുന്ന കാത് ഞാനായി മാറും. സ്വഹീഹുൽ ബുഖാരി. അല്ലാഹു തആല പറയാണ്, ഖുദ്സിയായ ഹദീസാണിത്. അവര് കേൾക്കുന്ന കാത് ഞാനായി മാറും. ചില കാതുകൾക്ക് കേൾക്കാൻ പറ്റാത്തത് ആ കാതുകൾക്ക് കേൾക്കാൻ കഴിയും. വബസ്വറഹു അല്ലദീ യുബ്സിറു ബിഹി, അവര് കാണുന്ന കണ്ണ് ഞാനായി മാറും. പല കണ്ണുകൾക്കും കാണാൻ കഴിയാത്തത് ആ കണ്ണുകൾക്ക് കാണാൻ കഴിയും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവര് തൊടുന്ന കൈ ഞാനായി മാറും. സാധാരണ സ്പർശം പോലെയല്ല, ആ കൈയൊന്ന് തടവിയാൽ രോഗിക്ക് ശിഫ കിട്ടി തുടങ്ങും. ആ കൈ കൊണ്ടുള്ള സ്പർശം ബറക്കത്തിന്റെ സ്പർശമാകും, സാധാരണക്കാരന്റെ സ്പർശം പോലെയല്ല. അവര് നടക്കുന്ന കാല് ഞാനായി മാറും, അള്ളാഹുവായി മാറുന്നായി പറയുന്നത്. അതിനർത്ഥം ഇൻകാർണേഷൻ അല്ല, അള്ളാഹു മനുഷ്യരൂപം പൂളുകയല്ല. അവന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ചില പ്രത്യേകമായ കഴിവുകൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. എന്നോട് അവർ കാവൽ ചോദിച്ചാൽ അവർക്ക് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇവിടെയാണ് നമ്മളും ഔലിയാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക. കൈയും കണ്ണും കാതും നമ്മുടെ സെൻസറി ഫാക്കൽറ്റി മുഴുവനും നമ്മുടെ ചിന്തകൾക്കതീതമായി, നമ്മുടെ പരിമിതികൾക്കതീതമായി അല്ലാഹു തആല കഴിവുകൾ നൽകി തുടങ്ങും. ആ കഴിവിനെയാണ് നമ്മൾ കശ്ഫ് എന്ന് പറയുന്നത്. മുകാശഫത്തുൽ യഖീൻ വമുആയനത്തുൽ ഗൈബ്. കശ്ഫ് എന്ന് പറയും. അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ചില പ്രത്യേകതകളിൽപ്പെട്ടതാണ് കശ്ഫ്. ഇൽഹാമുണ്ട്, കറാമത്തുകളുണ്ട്. കശ്ഫ് എന്ന് പറഞ്ഞാൽ മുകാശഫത്തുൽ യഖീൻ വമുആയനത്തുൽ ഗൈബി, സാധാരണക്കാർക്ക് മറഞ്ഞു കിടക്കുന്ന പലതും ആ കണ്ണുകൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും. ചില വിഷയങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. ആരിഫ് ബില്ലാഹയായ മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ ഫിറാസതു ഹിയ ഖാതിറുൻ യഹ്ജുമു അലൽ ഖൽബ് ഔ വാരിദുൻ യതജല്ലാ ഫീഹി ലാ യുഖ്തിഉ ഗാലിബൻ ഇദാ സഫൽ ഖൽബ്. ഹൃദയം ശുദ്ധമായാൽ മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു തആല ചില വിഷയങ്ങളുടെ സത്യാവസ്ഥകൾ പറഞ്ഞു കൊടുക്കും. അതിനെ സംബന്ധിച്ച മുത്തനബി പറഞ്ഞത്, ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഫിറാസത്ത് നിങ്ങൾ സൂക്ഷിക്കണമേ. ഫിറാസത്ത് എന്ന് പറഞ്ഞാൽ മുഖലക്ഷണം നോക്കി പറയാ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നോക്കിയിട്ട് ആളെ കണ്ട പറയും, ആ ഇവൻ നല്ലവനാണ്, ഇവൻ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ ഇവന്റെ ഖൽബിൽ ഇപ്പൊ ഇന്നതാവൻ ചിന്തിക്കുന്നത്. കണ്ണുകൊണ്ട് നോക്കിയിട്ട് മുഖലക്ഷണം പറയും മുഅ്മിനായ മനുഷ്യർ. അത് നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അവര് നോക്കുന്നത് അല്ലാഹു നൽകുന്ന കണ്ണുകൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചില നോട്ടം അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. ചില കണ്ണുകൾ അല്ലാഹു തആല എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ ആ ഹറാമുകൾ നോക്കാതെ കണ്ണിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ കണ്ണുകൾക്ക് അല്ലാഹു പതിവിൽ കഴിഞ്ഞ കാഴ്ച കൊടുക്കുമെന്നാണ് ഉലമാ പറയാ.
കണ്ണ് സൂക്ഷിച്ചാൽ, ചെറുപ്പക്കാരിലുണ്ടാവും ഔലിയാക്കന്മാരൊക്കെ, കണ്ണ് സൂക്ഷിക്കുന്ന ചെറുപ്പക്കാർ. എല്ലാവിധ ആഭാസങ്ങളും നടക്കുന്ന ലോകത്തെ കണ്ണുകൊണ്ട് അരുതാത്തത് നോക്കാതെ കണ്ണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ കണ്ണുകൊണ്ടുള്ള നോട്ടം ഫിറാസത്തായി മാറും. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. അവര് നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ പ്രകാശം കൊണ്ടാണ്. പരിശുദ്ധ ഹബീബിനുണ്ടായിട്ടുണ്ടല്ലോ കശ്ഫ്. നബി തങ്ങളുടെ ഹദീസ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹിൽ കാണാം. നബി തങ്ങൾ പറയുമായിരുന്നു, അഖീമൂ സുഫൂഫകും വതറാസൂ. ജമാഅത്ത് നിസ്കരിക്കുമ്പോ നിങ്ങൾ സഫുകൾ ശരിയാക്കണേ. അഖീമൂ സുഫൂഫകും, സഫ് റെഡിയാക്കി നിർത്തണേ, ഇടയിൽ വിടവ് പാടില്ല. തറാസൂ, തോളോട് തോൾ ചേർന്ന് നിൽക്കണമേ എന്ന് പറഞ്ഞിട്ട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിറകിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. സ്വഹീഹുൽ ബുഖാരി തങ്ങൾ പറയാ, എനിക്ക് പിന്നെന്ന് കാണാൻ പറ്റും, ഞാൻ നിങ്ങളുടെ ഇമാമാണ്, ഞാൻ മെഹ്റാബിലാണെങ്കിൽ തന്നെയും എന്റെ പിന്നിലുള്ള സഫ് വളഞ്ഞു പോയാൽ അത് ഞാൻ കാണുന്നുണ്ട്. എന്റെ പിറകിൽ നിന്ന് നിങ്ങളെ എനിക്ക് നോക്കാൻ കഴിയുമെന്ന്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, അല്ലാഹു നൽകുന്ന കശ്ഫ് നബി നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകളുടെ മഹത്വമാണത്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പുണ്യമാണത്. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, ഹബീബിന്റെ ഖാദിമ് മദീനയിൽ വന്നതിന്റെ ശേഷം 10 വർഷം ഹബീബിന്റെ കൂടെ താമസിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മൂഅ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, ഗസ്വത്ത് മൂഅ, ആ യുദ്ധം നടക്കുമ്പോ യുദ്ധത്തിന്റെ നേതാവ്, കൊടി പിടിക്കേണ്ട ആള് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ജഅഫർ റളിയല്ലാഹു അൻഹു, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിന്റെ പതാക പിടിക്കേണ്ടത് സെയ്ദ് തങ്ങളാണ്. സെയ്ദ് എന്നവർക്ക് വല്ലതും പറ്റിയാൽ, പിന്നെ എന്റെ കസിൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് വല്ലതും സംഭവിച്ചാൽ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അവർക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്തേക്കണം. ഇതാണ് നബി തങ്ങൾ പറഞ്ഞു വിട്ടത്. എന്താ സംഭവിച്ചത്? 3 പേരും വഫാത്തായല്ലോ. സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായി, ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായി, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഷഹീദായി. വളരെ ത്യാഗനിർഭരമായ ഷഹാദത്തുകളായിരുന്നു അത്. ജഅഫർ തങ്ങളൊക്കെ ഒരു കൈ മുറിഞ്ഞപ്പോൾ, വലത് കൈ മുറിഞ്ഞപ്പോൾ ഇടത് കൈയിലേക്ക് പതാക മാറ്റിവെച്ചിട്ടുണ്ട്. എന്താണതൊക്കെ? ഒരു വിരൽ മുറിഞ്ഞാൽ നമുക്ക് മറ്റേ കൈ കൊണ്ട് വല്ലതും പിടിക്കാൻ കഴിയോ? ഒരു കൈയങ്ങ് മുറിഞ്ഞറ്റുപോയിട്ട് ഇടത് കൈയിൽ പതാക പിടിച്ചു പോരാടിയ മഹാനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഷഹീദായപ്പോ പതാക എന്നുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അവരും ഷഹീദായപ്പോ നേരെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ കയ്യാലെയാണ് ഇസ്ലാമിന് വിജയമുണ്ടാകുന്നത്, മൂഅ യുദ്ധം വിജയിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് ജോർഡാനിന്റെ ഭാഗമാണ് മൂഅ, അവിടെ വെച്ച് നടന്ന യുദ്ധം. ആ വിവരം അള്ളാഹുവിന്റെ റസൂലിന് മദീനയിലേക്ക് ഒരു ദൂതൻ വന്ന് പറഞ്ഞ് അറിയിക്കുന്നതിന്റെ മുമ്പ് മദീനത്തെ പള്ളിയിൽ മുത്തുനബി പറഞ്ഞു കൊടുത്തു, സ്വഹാബികളെ, സെയ്ദ് എന്നവർ പതാക പിടിക്കുകയും സെയ്ദ് എന്നവർ ഷഹീദാവുകയും ചെയ്തു. ജഅഫർ എന്നവർ പതാക പിടിച്ചു, ജഅഫർ എന്നവർക്കും ഷഹാദത്ത് സംഭവിച്ചു. പിന്നെ എടുത്തത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഫഉസീബ്, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവരും ഷഹീദാവുകയാണ് ഉണ്ടായത്. ഇത് പറഞ്ഞിട്ട് ഇന്ന ഐനൈ റസൂലില്ലാഹി തദ്രിഫാൻ, ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകുന്നുണ്ട്.
ثم أخذها خالد بن الوليد من غير إمرة ففتح له. പിന്നെ മഹാനായ ഖാലിദ് എന്നവരെ പതാക ഏറ്റെടുക്കുകയും അവർ കാരണം ഇസ്ലാമിന് വിജയമുണ്ടാവുകയും ചെയ്തു എന്ന് മുഅ്തയിൽ നിന്ന് വിവരം കിട്ടുന്നതിന്റെ മുമ്പ് ആ യുദ്ധത്തിൽ അവർ ഷഹീദാകുമ്പോഴേക്കും മദീനയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കശ്ഫായിരുന്നു അത്. 1000-ലേറെ കിലോമീറ്റർ അപ്പുറത്തേക്ക് നോക്കാനുള്ള കണ്ണുകൾക്കുള്ള കഴിവ് മുത്തുനബിയുടെ കണ്ണിന്റെ പരിശുദ്ധി കൊണ്ട്, അവിടുത്തെ ഖൽബിന്റെ പരിശുദ്ധി കൊണ്ട് അള്ളാഹു നൽകിയതാണ്. മുത്തുനബി നേരെ പോയത് ജാഫർ തങ്ങളുടെ വീട്ടിലേക്കാണ്. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നു. ജാഫർ തങ്ങളാണോ എന്ന് തോന്നിപ്പോകും. കാന അശ്ബഹ ബിൻ നബി, നബിയുടെ അതേ രൂപമാണ് ജാഫർ എന്നവർക്ക്. മക്കളെ കുളിപ്പിച്ച് മക്കൾക്ക് വസ്ത്രം ഇട്ടുകൊടുത്ത് വാപ്പയുടെ അരികത്തേക്കെന്ന് വിചാരിച്ചു. ജാഫർ എന്നവരുടെ ഭാര്യ അള്ളാഹുവിന്റെ റസൂല് വന്നപ്പോ ഭർത്താവാണോ വന്നത് എന്ന് വിചാരിച്ചു പോയി. ആ മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ഉപ്പലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അൻസും ഔലാദി, നിങ്ങൾ എന്റെ മക്കളാണ്, നിങ്ങളെ ഞാൻ നോക്കിക്കൊള്ളും. വാപ്പാക്ക് അല്ലാഹു സ്വർഗത്തിലേക്ക് പറക്കാനുള്ള 2 പച്ച ചിറകുകൾ നൽകിയിരിക്കുകയാണ്. ഷഹാദത്തിന്റെ ചിറകുമേന്തി മഹാനായ ജാഫർ എന്നവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് മക്കളോട് നിബിധങ്ങൾ പറയുമ്പോ ആ യുദ്ധത്തിൽ നിന്ന് ഒരാൾ പോലും മദീനത്തേക്ക് എത്തിയിട്ടില്ല. തത്സമയ ടെലികാസ്റ്റില്ലേ, ഇന്നത്തെ ആധുനിക TV സാറ്റലൈറ്റ് സംവിധാനങ്ങളെ മുഴുവനും മറികടക്കുന്ന സംവിധാനമല്ലേ അള്ളാഹുവിന്റെ ഔലിയാഇന്റേത്, അംബിയാഇന്റേത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർള് വലിയകൂന മിനൽ മൂഖിനീൻ. വകദാലിക നുരീ ഇബ്രാഹീം, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം കാണിച്ചു കൊടുക്കുന്നുണ്ട് മലകൂതസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രഹസ്യങ്ങളൊക്കെ ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുക്കും. എന്തിനാണ്? വലിയകൂന മിനൽ മൂഖിനീൻ, ഉറച്ച ഈമാനുള്ളവരായി മാറാൻ, ഈമാൻ ഉറക്കാൻ, യഖീൻ ഉറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അമ്പിയാക്കന്മാർക്ക്, ഒരുപാട് പേർക്ക് അമ്പിയാക്കന്മാർക്ക് മുഴുക്കയും അള്ളാഹു കശ്ഫ് നൽകിയിട്ടുണ്ട്, കാര്യങ്ങൾ മറനീക്കി കാണിച്ചു കൊടുക്കുന്നത്. ശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടല്ലോ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല മൂസ നബിയുടെയും ഖിദർ നബിയുടെയും ചരിത്രം പറയുന്നില്ലേ? സൂറത്തുൽ കഹ്ഫിൽ മൂസ നബി അലൈഹിസ്സലാം പോയില്ലേ ഖിദർ നബിയുടെ കൂടെ? ആ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? ഇൻഷാ അല്ലാഹ് ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. മൂസ നബിയും ഖിദർ നബിയും കപ്പൽ കയറി. മൂസ നബി അലൈഹിസ്സലാം നബിയും മുകല്ലമുൻ മുർസലുൻ മൂഹാ ഇലൈഹി, വഹി ലഭിക്കുന്ന, കിതാബ് ലഭിച്ച, അള്ളാഹു സംസാരിച്ച, അള്ളാഹുവിന് ദിവ്യബോധനം വരുന്ന റസൂലാണ് മൂസ നബി അലൈഹിസ്സലാം. ഖിദർ നബിയോ സാധാരണ നബിയാണ്. ആ കപ്പലിന്റെ പലക പൊട്ടിപ്പൊളിച്ചല്ലോ ഖിദർ നബി. മൂസ നബി പറഞ്ഞു, ലഖദ് ജിഇത ശൈഅൻ ഇംറാ, മോശമായി പോയല്ലോ ഖിദർ നബിയെ, നമ്മളെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിച്ച ഒരു കൂട്ടരുടെ കപ്പൽ പൊളിച്ചു കൊടുക്കേ. ഒരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ച് ആ കുട്ടിയെ കൊന്നല്ലോ ഖിദർ നബി. മൂസ നബി അപ്പോഴും പറഞ്ഞു, ലഖദ് ജിഇത ശൈഅൻ നുക്റാ, വളരെ മോശമായി പോയല്ലോ ഖിദർ നബിയെ, ഒരു കുട്ടിയെ കൊല്ലുകയോ. ഒരു ഗ്രാമത്തിലൂടെ പോയപ്പോ അവിടെ വീണ് കിടക്കുന്ന മതിൽ, ആ മതിൽ മഹാനായ ഖിദർ നബി ഒരുപാട് സമയമെടുത്ത് നിവർത്തി വെച്ചു കൊടുത്തപ്പോ മൂസ നബി ചോദിച്ചു, ഖിദർ നബിയെ, കുടിക്കാൻ ഒരു പച്ചവെള്ളം പോലും തരാത്ത നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ? ഖിദർ നബി പറഞ്ഞു, മൂസ നബിയെ, ചോദ്യം എന്റെ കൂടെ പാടില്ലായിരുന്നു. നിങ്ങളത് ആവർത്തിച്ചു 2 തവണയായി. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഇനി നമ്മൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല, അതുകൊണ്ട് മൂസ നബിയെ നമുക്ക് വേർപിരിയാം. ഇതുവരെ നടന്നതിന്റെ സാരാംശം പറഞ്ഞു തരാം. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. മൂസ നബിയെ നമ്മളെ ഇറക്കി വിട്ടതിന്റെ ശേഷം
ആ ബോട്ടുകാർക്ക്, കപ്പലുകാർക്ക് മറ്റൊരു ഡെസ്റ്റിനേഷൻ വരെ പോവാനുണ്ട്. അവരുടെ ഫൈനൽ പോർട്ടിലേക്ക് എത്തുമ്പോ അവിടെ ഒരു അഹങ്കാരിയായ രാജാവിരിപ്പുണ്ട്. അയാൾ സാമാന്യം ഭേദപ്പെട്ട കപ്പലുകളൊക്കെ കണ്ടാൽ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കും. നമ്മളെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ അനുവദിച്ച ഈ പാവപ്പെട്ടവർക്ക് അവരുടെ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ അതിൽ കേടുവരുത്തി വെച്ചത്. കേടുവന്നത് എനിക്ക് വേണ്ട എന്ന് അയാൾ പറയും. മൈലുകൾക്കപ്പുറത്തേക്ക് എങ്ങനെയാണ് ഖിദർ നബി അലൈഹിസ്സലാം അത് നോക്കിക്കണ്ടത്? കശ്ഫാണ്. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞല്ലോ മൂസ നബിയെ, നിങ്ങൾ ചോദിച്ചു മോശമായി എന്ന്. ശരിയാണ്, ആ കുഞ്ഞ് വലുതായി വന്നാൽ അവൻ യുക്തിവാദിയായി പോവുകയും അവിശ്വാസത്തിലേക്ക് പോവുകയും ചെയ്യും. നമുക്കിതൊന്നും കാണാൻ കഴിയില്ല. ഔലിയാക്കന്മാർക്ക് നോക്കിക്കാണാനും കഴിയും, അമ്പിയാക്കന്മാർക്ക് നോക്കാൻ കഴിയും. എങ്ങനെ? 15 വയസ്സിന്റെ ശേഷം, പ്രായപൂർത്തിയായതിന്റെ ശേഷം എന്തെങ്കിലും യുക്തിവാദികളുടെ പുസ്തകം വായിച്ചിട്ടോ യുക്തിവാദികളുടെ സംഘടനയിൽ ചേർന്നിട്ടോ അത്തരം രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെ കൂടിയിട്ടോ യുക്തിവാദം പറയുമെന്നും ഇസ്ലാമിനെ കുറ്റം പറയുമെന്നും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഒരു മനുഷ്യന്റെ കുട്ടിയുടെ കുഞ്ഞിന്റെ പ്രസവിച്ചു വീണ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയും. എത്ര സംഭവങ്ങളുണ്ട്. ഖിദർ നബിയാണ് പറഞ്ഞത്, മൂസ നബിയെ, ആ മകൻ കാരണം ഉമ്മയും വാപ്പയും ഇസ്ലാം എന്ന് പുറത്തു പോകും, അത് സംഭവിക്കാൻ പാടില്ല. ആ കുഞ്ഞ് പ്രായപൂർത്തിക്ക് മുമ്പ് മരിച്ചുപോയാൽ ആ കുഞ്ഞിനത് ഖൈറാണ്. പ്രായപൂർത്തിക്ക് ശേഷം മരിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും. പ്രായപൂർത്തിക്ക് മുമ്പാണിത്. അത് മാത്രമല്ല, ഈ കുഞ്ഞിന് പകരം സ്വാലിഹായ ഒരു കുഞ്ഞിന് അള്ളാഹു പകരം കൊടുക്കണമെന്നും നാം ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ കൊന്നത്. ഉലമാ പറയും, ഇന്ന ലില്ലാഹി ഇബാദൻ ഇദാ അറാദു അറാദല്ലാഹ്. അള്ളാഹുവിന് ചില ആളുകളുണ്ട്, അവരുടെ മനസ്സിൽ വല്ലതും തോന്നിയാൽ അതിനനുസരിച്ച് അള്ളാഹു നടപ്പാക്കി കൊടുക്കും. ഫഅറദ്ന, നമ്മൾ ഉദ്ദേശിച്ചു, ഖിദർ നബി പറയാ, നമ്മൾ ഉദ്ദേശിച്ചു അയ്യുബ്ദിലഹുമാ, ആ ഉമ്മാക്കും വാപ്പാക്കും പകരം കൊടുക്കണം, റബ്ബുഹുമാ, അവരുടെ റബ്ബ്, ഖൈറൻ മിൻഹു സകാത, ഈ കുഞ്ഞിനേക്കാളും ഖൈറായ ഒരു കുഞ്ഞിനെ, വഅഖറബ റഹ്മാ, മാതാപിതാക്കളോട് സ്നേഹമുള്ള ഒരു കുഞ്ഞിനെ വേറെ കൊടുക്കണമെന്ന് നാം ആഗ്രഹിച്ചു. ആരാഗ്രഹിച്ചു? ഖിദർ നബി അലൈഹിസ്സലാം. അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഇത് കശ്ഫാണ്. വർഷങ്ങൾക്കപ്പുറത്തേക്ക് നോക്കിക്കാണുന്നുണ്ട് ഖിദർ നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിലെ ഇത്. ഇനി പറഞ്ഞു, وَأَمَّا الْجِدَارُ فَكَانَ لِغُلَامَيْنِ يَتِيمَيْنِ فِي الْمَدِينَةِ وَكَانَ تَحْتَهُ كَنْزٌ لَهُمَا وَكَانَ أَبُوهُمَا صَالِحًا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. മൂസ നബിയെ, നിങ്ങൾക്കറിയുമോ ഈ പൊളിഞ്ഞു വീഴുന്ന മതിലിന്റെ തറക്കുള്ളിൽ ആ മതിൽ കെട്ടിയ വാപ്പ തന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി വന്നാൽ അവർക്ക് എടുത്ത് തിന്നാനും ജീവിക്കാനും ആവശ്യമായ പണം അതിന്റെ ഉള്ളിൽ നിധിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മതിൽ വീണുപോയാൽ വഴിയാത്രക്കാരത് കാണുകയും എടുത്തു കൊണ്ടുപോവുകയും ചെയ്യും. ഈ യതീമുകളായ മക്കളുടെ വാപ്പ, ഏഴാമത്തെ ഉപ്പാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. വകാന അബൂഹുമാ സ്വാലിഹാ. അൽ ജദ്ദു സാബിഅ, ഏഴാമത്തെ ഉപ്പാപ്പ ഒരു വളരെ നല്ല ആളായിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചു. തറക്കുള്ളിലേക്ക്, ഭൂമിക്കുള്ളിലേക്ക് ഖിദർ നബിയുടെ കണ്ണല്ല പോകുന്നത്, അള്ളാഹു കശ്ഫ് ചെയ്തു കൊടുക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ സ്വഹാബിയാണല്ലോ. ബഹുമാനപ്പെട്ടവർക്ക് കശ്ഫ് ഉണ്ടായിട്ടുണ്ട്.
വഫാത്താകാൻ പോകുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്, ആയിഷ വഇന്നമാ ഹുവ മാലുൽ വാരിസി, വാപ്പയുടെ മുതൽ വാപ്പ നിങ്ങൾക്ക് ഇട്ടേച്ചു കൊണ്ടുപോവുകയാണ് ബീവി, ഇതിൽ വാപ്പ മരിക്കും. എന്നിട്ട് പറഞ്ഞു ഖദീജ ബീവി, ആയിഷ എന്റെ മോളെ വഇന്നമാ ഹുമാ അഖവാക വഉഖ്താക, നിങ്ങൾക്ക് 2 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. അവർ പറഞ്ഞു 2 സഹോദരന്മാർ ശരി തന്നെ, 2 സഹോദരിമാരോ വാപ്പ, എനിക്ക് ഒരു സഹോദരിയല്ലോ അസ്മാ ബീവി. എന്നാൽ ആയിഷ ബീവി വദാതു ബത്നി ഇബ്നതി ഖാരിജയുടെ മകൾ, എന്റെ ഭാര്യ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അത് നിങ്ങൾക്ക് സഹോദരിയായി വരുന്ന പെൺകുട്ടിയാണ്. സ്കാനിംഗ് ഇല്ലാത്ത കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുമ്പോ ആയിഷ ബീവിക്ക് ഒരു സഹോദരി കൂടെ പിറക്കാൻ പോകുന്നുണ്ടെന്ന്, തന്റെ ഭാര്യയുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ്, എന്റെ മരണശേഷം പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു പെൺകുട്ടിയാണെന്ന് കശ്ഫ് നോക്കി പറഞ്ഞിട്ടുണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്കാനിംഗ് അല്ലത്, കശ്ഫാണ്. അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് കേൾക്കണോ? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ലഖദ് കാന ഫീമൻ ഖബ്ലകും മിനൽ ഉമമി നാസുൻ മുഹദ്ദസൂൻ, നിങ്ങളുടെ മുൻഗാമികളിൽ അല്ലാഹു ഡയറക്റ്റ് വിവരം കൊടുക്കുന്ന ചില ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അമ്പിയാക്കന്മാരല്ലാത്തവർ, അല്ലാഹു ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുന്ന ആളുകൾ മുൻ സമൂഹങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ഉമ്മത്തിൽ അത്തരക്കാരിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതകരമായ സംഭവം നടന്നിരിക്കുകയാണ്. അത് വിവരിക്കുന്നതിന്റെ മുമ്പ് ഒരു ബ്രേക്ക്. എഴുതിയിട്ട് സ്വലാത്തുണ്ടേ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على وعلى آل سيدنا محمد وبارك وسلم عليه. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് കശ്ഫ് സംഭവിച്ചിരിക്കുന്നു. മഹാനായ താജുദ്ദീൻ സുബിക്കി റളിയല്ലാഹു അൻഹു, ഇമാം സുബിക്കി തങ്ങൾ ഉദ്ധരിച്ചു, കാന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ ഒരു സൈന്യത്തിന് നേതാവായി നിയോഗിച്ചിരിക്കുന്ന സ്വഹാബി സാരിയത്ത് ഇബ്നു സനീം അൽ ഖൽജി റളിയല്ലാഹു അൻഹു. സാരി റളിയല്ലാഹു അൻഹു ആണ് ഉമർ തങ്ങളുടെ സൈന്യാധിപൻ. പേർഷ്യയിലേക്കാണ് പോകുന്നത്. നഹാവന്ത് എന്ന പേരുള്ള പ്രദേശത്താണ് യുദ്ധം നടക്കാൻ പോകുന്നത്. ഒരുപാട് ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ പോകുന്ന മുസ്ലിമീങ്ങളുടെ ഒരു ചെറു സൈന്യം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സൈന്യം പരാജയപ്പെടുകയാണ്. നഹാവന്തിൽ പരാജയപ്പെടുന്നു. ഉമർ തങ്ങൾ കിടക്കുന്ന എവിടെയാണ്? പേർഷ്യയിൽ അല്ല, മദീനയിലാണ്. മദീനയിൽ നിന്ന് പേർഷ്യയിലേക്ക് ഒന്നുകിൽ കപ്പൽ കയറണം, അല്ലെങ്കിൽ കരമാർഗം ഇറാഖ് വഴി കടന്നു പോകണം പേർഷ്യയിലേക്ക്. നഹാവന്തിലാണ് നടക്കുന്നത് യുദ്ധം. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിലാണ് ഫസഈദൽ മിമ്പറ വഖതബ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിൽ കയറുന്നു. മുത്തുനബി കയറി നിന്ന മിമ്പറാണത്. അവിടെ കയറി നിന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വളരെ ഉറക്കത്തിൽ ശബ്ദമുയർത്തിയിട്ട് സഹായാഭ്യർത്ഥന ചെയ്തു. യാ സാരിയ അൽ ജബൽ, സാരിയ ആ പർവ്വതം വമൻ ഇസ്തറഅ الذئبൽ ഗനമ ഫഖദ് ളലം. ഏതെങ്കിലും ആള് ആട്ടിൻ പറ്റത്തിന് കാവലായിട്ട് ചെന്നായ്ക്കളെ നിർത്തിയാൽ അവൻ അക്രമമാണ് ചെയ്യുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു. സാരിയ പർവ്വതം ശ്രദ്ധിക്കണേ, ആടുകൾക്ക് കൂട്ടിന് ചെന്നായെ കൊടുക്കല്ലേ എന്ന്.
സാരി റളിയല്ലാഹു അൻഹുവും സൈന്യവും ഒന്നാകെ നഹാവന്തിലിരിക്കുമ്പോഴാണ് വഹും അലാ ബാബി നഹാവന്ത് ഫഅസ്മഅ അല്ലാഹു സാരിയ തങ്ങളെ കേൾപ്പിച്ചു അല്ലാഹു വജൈശഹു അജ്മഈൻ സൈന്യത്തെയും കേൾപ്പിച്ചു. എന്ത്? സൗത ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം നഹാവന്തിലേക്ക് എത്തി. ഫലജഉ ഇലൽ ജബൽ അവരാ പർവ്വതത്തിലേക്ക് അഭയം പ്രാപിച്ചു. അവർ പറഞ്ഞു ഹാദാ സൗതു അമീറുൽ മുഅ്മിനീൻ, ഇത് അമീറുൽ മുഅ്മിനീന്റെ ശബ്ദമാണല്ലോ നമ്മൾ ഈ കേൾക്കുന്നത്, അമീറുൽ മുഅ്മിനീന്റെ ശബ്ദമാണല്ലോ ഇത്, ആ പർവ്വതത്തിലേക്ക് പോയിക്കോളൂ, അവിടെ നിങ്ങൾക്ക് അഭയമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫനജൗ വന്തസറു അവർ രക്ഷപ്പെടുകയും നഹാവന്ത് യുദ്ധം വിജയിക്കുകയും ചെയ്തു. മഹാനായ താജുദ്ദീൻ സുബ്കി തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ തങ്ങളുടെ കയ്യാലെ കാണിച്ചത് മഹത്തായ കശ്ഫാണ്. മദീനയുടെ മിമ്പറിൽ നിന്ന് നഹാവന്തിലേക്ക് നോക്കുമ്പോ ശത്രുക്കൾ മലയുടെ പിന്നാലെ പിൻവശത്തുകൂടെ മുസ്ലിമീങ്ങളുടെ സൈന്യത്തെ സാരിയത്ത് ബിൻ സനീമുൽ ഖൽജി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സൈന്യത്തെ തകർക്കാൻ അക്രമികൾ വരുന്നുണ്ട്. അത് മലയുടെ ഇപ്പുറം നിൽക്കുന്ന സാരിയ തങ്ങൾ കാണാതെ മദീനയിലെ മിമ്പറിൽ നിന്ന്, മുത്തുനബിന്റെ മിമ്പറിൽ നിന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജുമുഅയുടെ ഖുതുബക്കിടയിൽ വിളിച്ചു പറഞ്ഞത് ലോകം കണ്ട അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കശ്ഫായിരുന്നു അത്. അള്ളാഹു കാര്യം കാണിച്ചു കൊടുക്കുന്നു. കണ്ണുകൾ ശുദ്ധമായാലേ ഇതൊക്കെ നടക്കും. കണ്ണുകൾക്ക് ക്ലിയർ ഉണ്ടെങ്കിൽ, കണ്ണുകൾ ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ നടക്കും. അപ്പുറത്തേക്ക് എന്ത് ടെലിവിഷൻ, ഉമർ തങ്ങളെ കാണാൻ നഹാവന്തിലേക്ക്, എന്ത് മൊബൈൽ ഫോൺ, അതിൻ്റെയൊക്കെ കാലങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ ഔലിയാക്കന്മാർ ഈ ശബ്ദങ്ങളൊക്കെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കൂളായിട്ട് ഹാദാ സൗതു അമീറുൽ മുഅ്മിനീൻ, ഇറാനിന്റെ മണ്ണിൽ നിന്നിട്ടാ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീന്റെ ശബ്ദമാണല്ലോ നമ്മൾ ഈ കേൾക്കുന്നത്, സാരിയ കൂട്ടരെ ആ പർവ്വതത്തിലേക്ക് പോയിക്കോളൂ, അവിടെ പോയിക്കോളൂ എന്ന്. ഹാദാ സൗതു അമീറുൽ മുഅ്മിനീൻ, മുതവാത്തിറായ സംഭവമാണിത്, നിഷേധിക്കാൻ കഴിയാത്ത സംഭവമാണിത്. താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം ബഹുമാനപ്പെട്ടവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ മുഖത്ത് നോക്കി ആളുടെ ലക്ഷണം പറയുന്ന ആളാണ്. മിദ്ഹജ് ഗോത്രത്തിൽ നിന്നൊരാൾ വന്നപ്പോ അതിൽ അശ്തർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഉമർ തങ്ങൾ സൂക്ഷിച്ചിങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഖാതലഹുല്ലാഹ് ഇന്നി ലഅറാ ലിൽ മുസ്ലിമീന മിൻഹു യൗമൻ അസീബാ. ഖാതലഹുല്ലാഹ്, ഒരു സംഘം ആളുകൾ വന്നിരിക്കുന്നു മിദ്ഹജ് ഗോത്രത്തിൽ നിന്ന്. അവരിൽ അശ്തർ അൽ അശ്തർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മുഖം കണ്ടപ്പോ തന്നെ ഉമർ തങ്ങൾ പറഞ്ഞു, അള്ളാഹു അവനോട് യുദ്ധം ചെയ്യട്ടെ, മുസ്ലിമീങ്ങൾക്ക് അവനിൽ നിന്ന് ഉപദ്രവം വരാനുണ്ട്. പറഞ്ഞ പോലെ പിൽക്കാലത്ത് മുസ്ലിം ഉമ്മത്തിന് നാശം വിതച്ച ഖലീഫക്കെതിരെ പുറപ്പെടുകയും മുസ്ലിമീങ്ങളെ കൊല്ലുകയും ചെയ്ത അശ്തറായിരുന്നവര്. കാലങ്ങൾക്ക് മുമ്പ് ഉമർ തങ്ങൾ പറഞ്ഞു, ഖാതലഹുല്ലാഹ്, അവനെ പറഞ്ഞയക്കിന് എനിക്ക് കാണണ്ട, അവന്റെ മുഖം എനിക്ക് കാണണ്ട, അവൻ മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളാണ്. ഉമർ തങ്ങളുടെ കണ്ണാണത്. ഫാറൂഖ് റളിയല്ലാഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, കേൾക്കുന്ന കാത് ഞാനായി മാറും. വബസറഹു അല്ലതീ യുബ്സിറു ബിഹാ, കാണുന്ന കണ്ണ് ഞാനായി മാറും. എപ്പോ? അല്ലാഹുവിലേക്ക് അടുക്കുമ്പോ. ആ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ഒരു രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാതെ പോയപ്പോ, ഒരൊറ്റ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഒരു രാത്രി കഴിഞ്ഞില്ല. അതിന്റെ പേരിലാണ് അൻത അമീറുൽ മുഅ്മിനീൻ, ഉമറേ നീയാണോ മുഅ്മിനീങ്ങളുടെ നേതാവ്, നീയാണോ മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ച് പാതിരാത്രി ഒരു തോട്ടത്തിനുള്ളിലേക്ക് പോയി സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പാക്കിയ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ശരീരത്തോട് പറഞ്ഞു, ശരീരമേ, ഇന്നലെ നീ മുഴുവൻ രാത്രി ഉറങ്ങിയില്ലേ, അതിന് പകരം ഇനി ഒരു കൊല്ലം നിന്നെ കൊണ്ട് ഞാൻ ഇബാദത്ത് എടുപ്പിക്കും, ഒരു വർഷം നിനക്കിനി ഉറക്കമില്ല. ആ മഹാൻ പിന്നെ നോക്കിയ കാണണ്ടേ, ആ മഹാനുഭാവന്റെ കണ്ണുകൾക്ക് പിന്നെ കാഴ്ച കൂടില്ലേ. കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബി. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരാൾ ഉമർ തങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരം തുടങ്ങിയാൽ, നുണ പറയാൻ പോവുകയാണെങ്കിൽ അന്നേരം
തങ്ങൾ പറയും ഇഹ്ബിസ് ഹാദിഹി, പറയണ്ട. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലെ എന്തെങ്കിലും ഒരു നുണ പറയാൻ പോകുമ്പോഴേക്കും ഉമർ തങ്ങൾ പറയും ഇനി മിണ്ടണ്ട. അടുത്ത് പറയും ഇടയിൽ നുണ പറയാൻ ഇഹ്ബിസ് ഹാദി, അത് നീ പറയണ്ട. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്ന നുണ നേരത്തെ നോക്കിയിട്ട് പറയും മിണ്ടണ്ട എന്ന് മഹാനവറുകളെ സംബന്ധിച്ച് പറയാറുണ്ട്. മഹാനായ ഉമർ തങ്ങൾ ഇൻകാന അഹദുൻ യഅരിഫുൽ കദിബ ഇദാ ഹുദ്ദിസ ഫഹുവ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു സംസാരത്തിൽ നുണ പറയാൻ പോകുന്നത് കാലേ കൂട്ടി അറിയാൻ ഒരാൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അത് ഫാറൂഖ് തങ്ങൾക്കാണ് ഞങ്ങളിൽ കഴിയുമായിരുന്നതെന്ന് അസ്ഹാബ് ഉമർ തങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. പറയുന്നതിന് മുമ്പേ പറയും മിണ്ടണ്ട, നീ ആ പറയാൻ പോണ നുണയാണ്. അവര് പറയും ഉമറേ, ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ശരിയാണ്, പിന്നെ എന്നോട് നിങ്ങൾ മിണ്ടണ്ട എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാനത് മിണ്ടിയിട്ടില്ല, ഞാനിപ്പോ പറഞ്ഞ സത്യം മാത്രമാണ്. ഉമർ തങ്ങൾ പറഞ്ഞു എനിക്കതറിയാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കശ്ഫ് കിട്ടിയ മഹാനാണ്. ഇറാഖുകാർ അവിടുത്തെ അമീറിനെ ധിക്കരിക്കുകയും ഉമർ തങ്ങൾ ഏൽപ്പിച്ച ഗവർണറെ ധിക്കരിക്കുകയും അവരെ ബന്ദിയാക്കുകയും ചെയ്തു എന്നറിഞ്ഞപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. വളരെ ദേഷ്യപ്പെട്ടു. ഇറാഖുകാർ ഉമർ തങ്ങളുടെ അമീറിനെ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾക്ക് ആ വിവരം കിട്ടിയിട്ട് നിസ്കാരത്തിലേക്ക് നിന്നപ്പോ മറന്നുപോയി റക്അത്തിന്റെ എണ്ണം മറന്നുപോയി. അത്രക്കങ്ങ് ദേഷ്യം പിടിച്ചു. കാരണം ഒരു നേതാവ് ഒരാളെ പ്രതിനിധിയാക്കി നിയോഗിച്ചാൽ, ഒരു ഖലീഫ ഒരു അമീറിനെ നിയോഗിച്ചാൽ ആ അമീറിനെ എന്ത് ചെയ്യണം? ജനങ്ങൾ അനുസരിക്കണം. ഉമർ തങ്ങൾക്ക് ദേഷ്യം വന്നു. നിസ്കാരത്തിൽ മറവി സംഭവിച്ചു. സലാം വീട്ടിയ ഉടനെ തന്നെ ഉമർ തങ്ങൾ വാക്ക് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ഖദ് ലബ്ബസു അലയ്യ ഫൽബിസ് അലൈഹിം. അല്ലാഹുവേ, ആ ഇറാഖുകാർ എന്റെ നിസ്കാരം ഫസാദാക്കിയിട്ടുണ്ട് അല്ലാഹുവേ, അതുകൊണ്ട് അവർക്ക് നീ പരീക്ഷണം കൊടുക്കണം. വഅജ്ജിൽ അലൈഹിം ബിൽ ഗുലാമി സഖഫി. സഖീഫ് ഗോത്രക്കാരനായ ആ ചെറുപ്പക്കാരനെ വളരെ പെട്ടെന്ന് ഇറാഖുകാരിലേക്ക് നീ പറഞ്ഞയക്കണം. ഇസ്ലാമിന്റെ മുമ്പുള്ള കിരാതമായ ഭരണം നടത്തുന്ന ആ സഖഫി ചെറുപ്പക്കാരനെ ഇറാഖുകാർക്ക് മേൽ ഭരണാധികാരിയായി വളരെ പെട്ടെന്ന് കൊടുക്കണമേ. അല്ലാഹുവേ, അവരിൽ ഒരു നന്മയും സ്വീകരിക്കാതെയും ഒരു തിന്മക്ക് വിട്ടുവീഴ്ച ചെയ്യാതെയും ധിക്കാരത്തോടുകൂടെ ഭരിക്കാൻ പോകുന്ന ബനൂ സഖീഫ് ഗോത്രക്കാരനായ ആ യുവാവിനെ അവരുടെ അധികാരം ഈ യുവാവിനെ ഏൽപ്പിക്കണമേ. ആരാണ് ആ യുവാവ് എന്നറിയോ? ആരാണ് ആ യുവാവ്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ലോകം കണ്ട അക്രമിയായ ഭരണാധികാരി. താബിഈങ്ങളിൽ 100 പേരെ കൊന്ന ആളാണ് ഇയാൾ. കൊടും ക്രൂരനാണ്. ഇറാഖ് എന്നല്ല, മുസ്ലിം ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ജനിക്കുന്നതിന്റെ മുമ്പാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, ഇറാഖുകാർക്ക് നീ പകരം കൊടുക്കണമേ. ആ സഖീഫ് ഗോത്രക്കാരനായ ചെറുപ്പക്കാരൻ, ജാഹിലിയത്തിന്റെ ഭരണം നടത്തുന്ന ക്രൂരനായ ഭരണാധികാരിയെ ഇറാഖുകാർക്ക് കൊടുക്കു പടച്ചവനെ, അവരുടെ നിസ്കാരം ഫസാദാക്കിയിരിക്കുന്നുവെന്ന ദുആഇന്റെ ഫലമാണ് ചെറുപ്പക്കാരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇറാഖിൽ നരനായാട്ടം നടത്തിയത്. ആരുടെ ദുആയാ? ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണ്, ഉമർ തങ്ങളുടെ പ്രാർത്ഥനയാണ്. അന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ജനിച്ചിട്ടില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി, സഖീഫ് ഗോത്രക്കാരനാണ്. ഉമർ തങ്ങൾ കശ്ഫുള്ള മഹാനാണ്. വരുന്നതിന് മുമ്പേ പറഞ്ഞു, ആരാ അവിടെ ഭരണാധികാരി? ഇറാഖുകാർക്ക് വേണ്ടത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്, അവനെ ഏൽപ്പിക്കണമേ. വമാ ഉലിദൽ ഹജ്ജാജ് യൗമഇദിൻ, അന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ജനിച്ചിട്ട് പോലുമില്ലെന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി താരീഖുൽ ഖുലഫായിൽ രേഖപ്പെടുത്തി. അന്ന് ജനിച്ചിട്ടില്ല. ഉമർ തങ്ങൾ ദുആ ചെയ്തു, കൊടുക്ക റബ്ബേ, ഒന്നിലെ ഇറാഖുകാരെ കൊന്നുകളഞ്ഞില്ലേ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഉമർ തങ്ങളെ വേദനിപ്പിച്ചതിനാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കശ്ഫ് നൽകപ്പെട്ട മഹാനാണ്. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനായ താജുദ്ദീൻ, മഹാനായ താജ് സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ രേഖപ്പെടുത്തുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്.
കാന ലഖദ് ലഖിയ ഇംറഅതൻ ഫിത്ത്വരീഖി ഫതഅമ്മലഹാ. പള്ളിയിലേക്ക് വരുമ്പോ ഒരു പെണ്ണിനെ കാണുകയും ആ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. എന്നിട്ട് ആ പള്ളിയിലേക്ക് കയറി വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞുവല്ലോ, യദ്ഖുലു അഹദുകും വഫീ ഐനൈഹി അസറു സിനാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കയറി വരികയാണോ, കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ. ഒരു പെണ്ണിനെ നോക്കി വന്നതാ വിഷയം. പള്ളിക്ക് വരുമ്പോ ഒരു പെണ്ണിനെ കണ്ടു, അവളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ആ ജുമുഅക്ക് കയറിയിരിക്കുന്നത്. ഉടനെ ആ മനുഷ്യൻ വന്ന് കയറിയപ്പോഴേക്കും മിമ്പറിൽ കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞില്ലേ, യദ്ഖുലു അഹദുകും, നിങ്ങളിൽ ഒരാൾ കടന്നു വരുന്നുണ്ടല്ലോ, വഫീ ഐനൈഹി അസറു സിനാ, കണ്ണിൽ വ്യഭിചാരം കാണുന്നുണ്ട് ഞാൻ. ആരാണ് ഈ കാണുന്നത്? നബിയുടെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതൊക്കെയാ കണ്ണ്. അതാ വല്ലാത്തൊരു കണ്ണാണത്. മദീനയിലെ റോഡിൽ നടക്കുന്നത് മിമ്പറിൽ വെച്ച് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു, കശ്ഫ് ചെയ്തു കൊടുക്കുന്നു. കശ്ഫ് ചെയ്തു കൊടുക്കുക. ആ മനുഷ്യൻ ഉടനെ ചോദിച്ചു, അയാൾക്ക് മനസ്സിലായി തന്നെ കുറിച്ചായി പറയുന്നതെന്ന്. അവഹയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് യാത്ര പോയതിന്റെ ശേഷം ആകാശത്ത് നിന്ന് വഹി വരുന്നുണ്ടോ? നബി തങ്ങൾ ജീവിച്ചിരിക്കും അങ്ങനെ ഉണ്ടാകും. മലക്കുകൾ അള്ളാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നബിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നബിയുടെ കാലശേഷവും വഹി നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് റോഡിൽ നടന്നത് ഉസ്മാൻ എന്നവർ അറിഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ല, ഇത് വഹി വന്നതല്ല, വലാകിന്നഹാ ഫിറാസത്തുൽ മുഅ്മിൻ, ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം നോക്കലാണ്. മുഅ്മിനായ മനുഷ്യൻ മുഖലക്ഷണം പറഞ്ഞാൽ അത് പിഴക്കൂല. നബി പറഞ്ഞുവല്ലോ, ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹു നൽകുന്ന നൂറ് കൊണ്ടാണ് മുഅ്മിനെ നോക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നോക്കണേ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അവരുടെ കണ്ണിൽ അല്ലാഹു കാണിച്ചു കൊടുക്കും. അയാൾക്ക് നന്നാവാനും തൗബ ചെയ്ത് മടങ്ങാനുമുള്ള അവസരമാണത്. അടുത്തതാരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും കസിനുമാണ്, ബ്രദറാണ്. നബി തങ്ങളുടെ സണ്ണിലോയാണ്, നബിയുടെ പുതിയാപ്പിളയല്ലേ. അൻസ അഖീ, അലിയേ നിങ്ങൾ എന്റെ സഹോദരനല്ലേ. അലാ തർളാ അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ, മൂസ നബിക്ക് ഹാറൂൻ നബി എങ്ങനെയായിരുന്നോ അങ്ങനെ എന്റെ കൂട്ടുകാരനാവാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അലി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലായിൽ വധിക്കപ്പെടുന്നത് മകൻ മരിക്കുന്നതിന്റെ മുമ്പേ വാപ്പയായ അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടുണ്ട്. അതാണ് അത്ഭുതം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ടവരുടെ കൂടെ അല്ലാമൽ അസ്ബഗ് റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അലി തങ്ങളുടെ കൂടെ ഇന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഇരിക്കുന്ന ഇടത്തിലൂടെ ഇറാഖിലൂടെ നടന്നു പോകുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹാഹുനാ മനാഖു റികാബിഹിം, ഇവിടെയാണ് അൽ-അസ്ബഗേ, ഇവിടെയാണ് അവരുടെ ഒട്ടകങ്ങൾ മുട്ടുകുത്തുന്നത്. വഹാഹുനാ മൗദിഉ റിഹാലിഹിം, ഇവിടെയാണ് അവരുടെ ഒട്ടകക്കട്ടിലുകൾ താഴെ വെക്കുന്നത്. വഹാഹുനാ മുഹറാഖു ദമിഹിം, ഇവിടെയാണ് ചോര ചിന്താൻ പോകുന്നത്. ഫിച്ചിയത്തുൻ മിൻ ആലി മുഹമ്മദിൻ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കുടുംബത്തിലെ ചെറുപ്പക്കാർ യുഖ്തലൂന ബിഹാദിഹിൽ അറസ, ഇവിടെ വെച്ച് കൊല ചെയ്യപ്പെടും. തബ്കി അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും അതിന്റെ മേൽ കരയുമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു വർഷങ്ങൾക്ക് മുമ്പേ തന്റെ പ്രിയപ്പെട്ട മകൻ ഇവിടെ വെച്ച് മരിക്കും. ആലുൻ നബിയിൽ മുസ്തഫായ നബിയുടെ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ ഇവിടെയാണ് മരിക്കാൻ പോകുന്നത്, കൊല ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു വളരെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അലി തങ്ങൾ കൂഫക്കാരോട് പറഞ്ഞിട്ടുണ്ട്, കൂഫക്കാരാണല്ലോ ഇന്നത്തെ ഇറാഖിലെ കൂഫ, ാണ് ഹുസൈൻ തങ്ങളെ ചതിക്കുന്നത്. സയൻസിലു ബിക്കും അഹ്ലു ബൈത്തി റസൂലില്ലാഹ്,
അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് നിങ്ങളോട് വന്ന് സഹായം ചോദിക്കും, നിങ്ങളുടെ അരികത്ത് വരും. ഫയസ്തഗീസൂന ബിക്കും ഫലം യുഗാസൂ. കൂഫക്കാരെ, നിങ്ങളോട് വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലെ ചെറുപ്പക്കാർ വന്നിട്ട്, സയ്യിദന്മാർ വന്നിട്ട്, ഹസൻ ഹുസൈൻ എന്നവർ വന്നിട്ട് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോ നിങ്ങൾ അവരെ സഹായിക്കുകയില്ല എന്ന് കൂഫക്കാരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് മുമ്പ്. അതിന്റെ ശേഷം ഇതൊക്കെ നടക്കുന്നത് സംഭവം എത്രയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ രണ്ട് പണ്ഡിതന്മാർ, നമ്മുടെ മദ്ഹബിലെ ഇമാമിങ്ങൾ, അവർക്ക് സംഭവിച്ചു. ഇത് രസകരമായ സംഭവമാണ്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം, മക്കയിലെ കഅബക്ക് ചുറ്റുമുള്ള പള്ളിയിലെ അവിടെ ഹജ്ജിന് വന്നിട്ട് ഷാഫി ഇമാമും മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹും ഹജ്ജ് കഴിഞ്ഞിട്ട് ഹറമിന്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വറജുലുൻ അലാ ബാബിൽ മസ്ജിദി, പള്ളിയുടെ വാതിൽക്കൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കിഷ്ഫാൻ സ്വഹാബത്തിന് സംഭവിച്ചു പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സംഭവങ്ങൾ പറഞ്ഞു. ഇനി സ്വഹാബത്തിന്റെ ശേഷം നടന്നത്, ഇമാമുന ശാഫി തങ്ങളും മുഹമ്മദ് ഇബ്നുൽ ഹസൻ റഹിമഹുല്ലയും പരിശുദ്ധമായ മക്കയിൽ ഹജ്ജ് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ പള്ളിയുടെ വാതിൽക്കൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ ഒരാൾ പറഞ്ഞു, ഷാഫി ഇമാമോ മുഹമ്മദ് ഇബ്നുൽ ഹസൻ തങ്ങളോ ഒരാൾ പറഞ്ഞു, അറാഹു നജ്ജാറ, അയാളെ കണ്ടിട്ട് അയാളൊരു കാർപ്പന്ററാണ് എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു, ഒരു മരപ്പണിക്കാരനാണ് എന്ന് തോന്നുന്നു ഒരാൾ പറഞ്ഞു. മറ്റേയാൾ പറഞ്ഞു, അറാഹു ഹദ്ദാദ, എനിക്ക് തോന്നുന്നത് ആളൊരു ഹദ്ദാദാണ്, ഒരു ബ്ലാക്ക് സ്മിത്ത് ആണ്, കൊല്ലപ്പണിക്കാരൻ, ഇരുമ്പിന്റെ ഒക്കെ ഇരുമ്പ് നന്നാക്കുന്ന ആളെ. കൊല്ലം തന്നെയല്ലേ ഇവിടെയൊക്കെ പറയല്. ഒരാൾ പറഞ്ഞു കണ്ടിട്ട് ആൾ ആശാരിയാൻ തോന്നുന്നുണ്ട്. മറ്റേ പറഞ്ഞു അല്ല, ആള് കൊല്ലപ്പണിക്കാരനാ. ഇത് കേട്ടുന്നൊരു ചെറുപ്പക്കാരൻ അയാളുടെ അടുത്ത് ഓടി ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താ പണി? അപ്പൊ ഞാൻ ആദ്യം ആശാരിയായിരുന്നു, ഇപ്പൊ കൊല്ലപ്പണിക്കാരനാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കുൻതു നജ്ജാറൻ വഅനൽ യൗമ ഹദ്ദാദ്, എനിക്ക് ആദ്യം ആശാരിപ്പണിയായിരുന്നു, ഇപ്പൊ ഞാൻ കൊല്ലപ്പണിക്കാരൻ. രണ്ടുപേരും പറഞ്ഞത് കൃത്യം. ഇതൊക്കെ കശ്ഫാൻ. ഇങ്ങനെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവരുടെ കണ്ണിലൂടെ. എന്തെന്നറിയോ? അള്ളാഹുവിനോട് സ്നേഹം കൊണ്ട് ഇബാദത്ത് ചെയ്തവരാണ് അവർ. അതാ വ്യത്യാസം. സ്വർഗം മോഹിച്ചിട്ടോ നരകം പേടിച്ചിട്ടോ അല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്താൽ കണ്ണിന് അള്ളാഹു കൊടുക്കുന്ന മഹത്വമാണിത്. കശ്ഫ് ചെയ്തു കൊടുക്കുന്ന മഹാനായ അബൂ സഈദുൽ ഖറാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞാൻ മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് അള്ളാഹു അവിടങ്ങളിലൊക്കെ എത്താനുള്ള ഭാഗ്യം ഒരുപാട് തവണ, ശുദ്ധ കഅബാലയം കാണാനും ഉംറയും ഹജ്ജും ചെയ്യാനും മുത്തനബിയുടെ അരികത്ത് ചെല്ലാനും ഒക്കെ ഉള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും, നമ്മളോട് ബന്ധപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിന മുഅ്മിനാത്തുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദഖൽതുൽ മസ്ജിദുൽ ഹറാം, ഞാൻ മസ്ജിദുൽ ഹറാമിലേക്ക് ചെന്നു. അവിടെ രണ്ട് കീറിയ വസ്ത്രം പുതച്ചിട്ട് ഒരു ഫക്കീറായ മനുഷ്യൻ നിൽക്കുന്നു. മക്കത്തൊക്കെ ചെന്ന ഏതെല്ലാം തരത്തിലെ ആളുകളെ കാണും. അള്ളാഹുവിന്റെ വലിയ വലിയ ആളുകളല്ലേ അവിടെ വരിക, അള്ളാഹു തൗഫീഖ് ചെയ്തവരല്ലേ അങ്ങോട്ട് വരിക. അപ്പൊ ഒരു പാവപ്പെട്ട ആള് രണ്ട് കീറിയ വസ്ത്രം പുതച്ചങ്ങനെ പള്ളിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോ അബൂ സഈദുൽ ഖറാസ് റഹിമഹുല്ലാ ഫഖീഹാണ്, വലിയ ആലിമാൻ, ബഹുമാനപ്പെട്ടവരെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ഇയാളെ പോലുള്ള ആൾക്കാർ മനുഷ്യന്മാർക്കൊരു ഭാരാണല്ലോ. ഇയാൾക്ക് മനുഷ്യന്മാരെ തീറ്റിപ്പോറ്റി വളർത്തണ്ടേ, ഇയാൾക്ക് ഒരു സാധനമില്ല തിന്നാൻ മനുഷ്യന്മാര് കൊടുക്കും, ഇതൊക്കെ ജനങ്ങൾക്ക് ഭാരമല്ലേ, യാചകനാന്ന് വിചാരിച്ചേ. മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഈ മനുഷ്യനൊരു ഖുർആൻ ഓതി. അയാളെ വിളിച്ചു, واعلموا أن الله يعلم ما في أنفسكم فاحذروه. പിന്നെ അറിയണേ, നിങ്ങളുടെ കൽബിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചോളൂ. ഇത് പറഞ്ഞപ്പോ രണ്ടാളൊന്നും പറഞ്ഞിട്ടില്ല.
ഇയാൾ വിചാരിച്ചു ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഭാരല്ലേ, ഇങ്ങനെ യാചകനായി നടക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോഴേക്കും വഅലമു അറിയണേ അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. ഫഹദറു, അല്ലാഹനെ പേടിച്ചോളൂ. അപ്പൊ ഞാൻ മെല്ലെ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ പുറത്തു തരണേ റബ്ബേ, പുറത്തു തരണേ. ഇത് ഞാൻ മനസ്സിൽ മെല്ലനെ പറഞ്ഞു. എന്നെ വിളിച്ചു, അല്ലാഹു തൗബ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനും സ്വീകരിക്കുന്നവനുമാണ്. കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് ആയത്തോതാണ് അതിന് മറുപടിയായിട്ട്. നിങ്ങളിപ്പോ തൗബ ചെയ്തില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അല്ലാഹു അവന്റെ അടിമകളുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. കുഴപ്പമില്ല. ആ മനുഷ്യനെ പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ അബൂ സഈദ് അൽ ഖറാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അയാളെ പിന്നെ കാണാൻ പറ്റിയില്ല. ഖൽബിൽ വിചാരിക്കുമ്പോഴേക്ക് അതിന് മറുപടി ആയത്ത് വരുന്നു. മസ്ജിദുൽ ഹറാമിലെ പരിശുദ്ധമായ മക്കയിൽ ഇങ്ങനെ എത്രയാണ് മഹാനായ ഖൈറുൻ നസ്സാജ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സംഭവങ്ങളുണ്ട്. ചുരുക്കുകയാണ്, ഖൈറുൻ നസ്സാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്കിങ്ങനെ തോന്നി എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നൽ വന്നു, ജുനൈദുൽ ബഗ്ദാദി വന്നിട്ടുണ്ടാവുമല്ലോ എന്റെ വീടിന്റെ വാതിൽക്കൽ. ചങ്ങാതിമാരാണ്, വലിയ മഹാനാണ് ജുനൈദ് റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നി, വീട്ടില് ജുനൈദ് എന്നവരെ വന്നിട്ടുണ്ടാവോ, വീടിന്റെ വാതിൽക്കൽ എത്തി. അകത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ. പിന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. രണ്ടാമതും തോന്നി, വന്നിട്ടുണ്ടോ ജുനൈദ് എന്നവര്? ഉണ്ടാവില്ല. മൂന്നാമതും എന്റെ മനസ്സിൽ അതന്നെ തോന്നി, ജുനൈദ് തങ്ങൾ വന്നിട്ടുണ്ടോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. വാതിൽ തുറന്നപ്പോൾ അവിടെയുണ്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിച്ചു, ലിമലം തഖ്റുജ് മഅൽ ഖാതിരിൽ അവ്വലി, ആദ്യത്തെ തവണ നിങ്ങൾക്ക് തോന്നിയില്ലേ ഞാൻ വന്നിട്ടുണ്ടോ എന്ന്? അപ്പോഴെന്തേ വാതിൽ തുറന്നു തരാതിരുന്നത്? ആര് ചോദിക്കുക? ജുനൈദ് റളിയല്ലാഹു അൻഹു. എന്താ കമ്മ്യൂണിക്കേഷൻ! ഒരു സാറ്റലൈറ്റും വേണ്ട. എന്താ കമ്മ്യൂണിക്കേഷൻ! വളരെ ട്രാൻസ്പാരന്റ് ആണ്. ആദ്യം തോന്നിയില്ലേ ഞാൻ വന്നിട്ടുണ്ടോ, അപ്പൊ തുറന്നുകൂടായിരുന്ന വാതിൽ, ഞാൻ കുറെ നേരമായി നിൽക്കുന്നു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഖൈറുൻ നസ്സാജ് എന്നവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ, ബഗ്ദാദിലെ ടൗൺ പള്ളിയുണ്ട്, ജാമിഉ ബഗ്ദാദ്. ബഗ്ദാദിലെ ടൗൺ പള്ളിയിൽ നടന്ന ഒരു സംഭവം മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അവിടെ ഒരുപാട് ഫഖീറന്മാര് പള്ളിയിൽ ഇരിക്കുന്നുണ്ട്, ഒരുപാട് മിസ്കീന്മാര്. അതിന്റെ ഇടയിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ആ പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു വന്നു. നല്ല മുഖഭംഗിയുള്ള ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ള, നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കുറെ മിസ്കീന്മാര് ആ പള്ളിയിൽ ഇരിക്കുന്നത്, കുറെ ഫക്കീറന്മാര്. ആലോചിച്ച് നോക്കുക, ബഗ്ദാദിലെ പ്രധാനപ്പെട്ട ജുമുഅത്ത് പള്ളിയിൽ കുറെ മിസ്കീന്മാര് വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു നല്ല സുമുഖനായ ഒരാൾ ഇബ്രാഹിമുൽ ഖവ്വാസ് റഹ്മഹുല്ലാഹ് പള്ളിയിലുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇബ്രാഹിമുൽ ഖവ്വാസ് നിങ്ങൾ പറയാ, ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു അവൻ യഹൂദിയാണ്, അവൻ ജൂതനാണ്. ഒരുക്കൊക്കെ ഭയങ്കര വിഷമയ്യ, പള്ളിക്ക് വരുന്ന ആളെപ്പറ്റി ജൂതൻ എന്നൊക്കെ പറയേ. ഇബ്രാഹിമുൽ ഖവ്വാസ് എന്നവരെ സ്വന്തം മുരീദന്മാരോട് പറഞ്ഞതാ, എനിക്ക് തോന്നുന്നുണ്ട് ആ വരുന്ന ആള് ജൂതനാണോ എന്ന്. അവർക്കൊക്കെ ഒരു വെറുപ്പ് തോന്നി എന്നോട്. ഞാനും ആ ചെറുപ്പക്കാരെല്ലാരും പുറത്തിറങ്ങി. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങളുടെ ശിഷ്യന്മാരോട് വന്ന് ചോദിച്ചു, ആ ഷെയ്ഖ് ഇപ്പൊ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു, ഈ യഹൂദിയാണെന്നാ പറഞ്ഞത്, ഈ ജൂതനാണെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. നീ ജൂതനാണ്. ഇത് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരിക എന്ന് പറഞ്ഞു, എന്റെ കൈ പിടിച്ചിട്ട് എന്റെ കൈ പിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തേന്ന് ചോദിച്ചു. ഞങ്ങളുടെ കിതാബിലെ തൗറാത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്, സത്യസന്ധനായ മനുഷ്യന്റെ മുഖലക്ഷണം പിഴക്കൂല. ഞാൻ മുസ്ലിമീങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്.
ഞാനിങ്ങനെ നോക്കി, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ പള്ളിയിലുണ്ടോ? അങ്ങനെ ഫിറാസത്ത്, മുഖലക്ഷണം പറയാൻ കഴിയുന്ന ആളുകൾ മുസ്ലിമീങ്ങളിൽ ഉണ്ടെങ്കിൽ അവരുടെ മതം ഹഖാൻ എന്നെന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ ജൂതൻ തന്നെയായിരുന്നു. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞില്ലേ? അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ മുസ്ലിമുമാണ് എങ്കിൽ ഇസ്ലാം സത്യമാണ്. ഇത് പറഞ്ഞു ആ മനുഷ്യൻ, ചെറുപ്പക്കാരൻ എന്റെ കൈപിടിച്ച് മുസ്ലിമായി എന്ന് മഹാനായ ഇബ്രാഹിം അൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയാം. കയറി വന്നപ്പോഴേ പറഞ്ഞു ജൂതനാ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബസ്സാർ എന്നവരും തബറാനിയും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്, ഇന്ന ലില്ലാഹി ഇബാദൻ യഅരിഫുന്നാസ ബിത്തവസ്സും. അല്ലാഹുവിന് ചില ആളുകളുണ്ട്, മുഖം നോക്കിയാൽ അവർക്ക് ആളെ മനസ്സിലാവും. ബിത്തവസ്സും, മുഖം നോക്കിയാൽ മനസ്സിലാവും. ചിലർ പറയില്ലേ, ആള് തരികടക്കാരനാണ്, മുഖം നോക്കിയാൽ മനസ്സിലാവും. മുഖം നോക്കി ഏത് പാർട്ടിയാന്ന് മനസ്സിലാവും. ചിലപ്പോ പള്ളിക്കെട്ടിന്റെ ചുരുക്കം കണ്ടാൽ ഇത് ഏത് വകുപ്പാന്ന് പെട്ടെന്ന് മനസ്സിലാവും. എന്തെങ്കിലും മുഖത്തിന്റെ ചില അഹങ്കാരമോ ചില കുശുമ്പോ അസൂയൊക്കെ ഇങ്ങനെ ഇവരേതാ പാർട്ടിക്കാരൻ പെട്ടെന്ന് തിരിയും. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന ലില്ലാഹി ഇബാദൻ, ചില ആളുകളുണ്ട്, അല്ലാഹുവിന്റെ ചില ആളുകളുണ്ട്, യഅരിഫൂനന്നാസ ബിത്തവസ്സുമി, മുഖം നോക്കിയാൽ മനസ്സിലാവും അവർക്ക് ആളുകളെ. മുത്തനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് ഖൈറുൻ നസാജ് നമ്മുടെ വീട്ടിലേക്ക് പോയില്ലേ? ആ ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ അല്ലാഹുവിന്റെ പള്ളിയിലെ ബഗ്ദാദിലെ പള്ളിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നു. ഒരു നസ്രാനിയായ ക്രിസ്ത്യാനിയായ ആള് വന്നിട്ട് ചോദിച്ചു, അയ്യുഹ ശൈഖ്, ശൈഖ് എന്നവരെ, ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ് ഇതിന്റെ അർത്ഥം? ക്രിസ്ത്യാനിയാണ്, ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ 4 പ്രാവശ്യം ഇതിന് അർത്ഥം പറഞ്ഞു. ആരെങ്കിലും ഒരാൾ പറഞ്ഞേരി, കൈവക്കിയിട്ട്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഫിറാസത്ത് എന്ന് പറഞ്ഞാൽ മുഖലക്ഷണം. മുഅ്മിനായ മനുഷ്യൻ മുഖലക്ഷണം പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു, തീർച്ചയായും അയാൾ യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രകാശം കൊണ്ടാ നോക്കുന്നത് ആ കറകളഞ്ഞ മുഅ്മിൻ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ, പേടിച്ചോളി കേട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് തൗബ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെയ്യാതെ തെറ്റുകൾ ചെയ്ത് നടക്കുന്നവർക്ക് മുമ്പിൽ ചെന്ന് പെട്ടാൽ അവരെ വിളിച്ചു പറയും, എന്താടോ കുളിക്കാതെ ജനാബത്തുണ്ടായി നടക്കണോ? നീ എന്താടോ വേണ്ടാത്തത് കണ്ടിട്ടാണോ എന്റെ മുമ്പിലേക്ക് വരുന്നത്? മറ്റവന്റെ പൈസ അല്ലേ നീ പറ്റിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്? ഇതൊക്കെ ആളുടെ അടിയിൽ നിന്ന് ചോദിക്കുമ്പോൾ അപമാനപ്പെട്ടു പോകുകയെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് ചെന്നാമതി ചില മുഅ്മിനീങ്ങളുടെ ഔലിയാഇന്റെ മുമ്പിലേക്കൊക്കെ ചെല്ലുമ്പോ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ഈ ക്രിസ്ത്യാനി വന്ന് ചോദിക്കുക, ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് ജുനൈദ്, എന്താണ് അതിന്റെ അർത്ഥം? ഇത് പറഞ്ഞപ്പോ മഹാനായ ജുനൈദ് റളിയല്ലാഹു തആല അൻഹു അങ്ങയുടെ തല താഴ്ത്തി, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, അസ്ലിം ഫഖദ് ജാഅ വഖ്തു ഇസ്ലാമിക്, മുസ്ലിമായിക്കോ, നിനക്ക് മുസ്ലിം ആവേണ്ട നേരായിട്ടുണ്ട്. ഇയാൾ ക്രിസ്ത്യാനിയൊന്നും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികൾ അറബി സംസാരിക്കുന്നവരുണ്ടല്ലോ, ജൂതന്മാർ അറബി സംസാരിക്കുന്നവരുണ്ട്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം എന്നാ ചോദിക്കുന്നത്? അപ്പൊ ആരെങ്കിലും വിചാരിക്കോ ഇവൻ മുസ്ലിം അല്ലാത്ത ആളാണെന്ന് ഹദീസായി ചോദിക്കുന്നത്? ജുനൈദ് അങ്ങ് തല താഴ്ത്തിയിട്ട് ഒരൊറ്റ മറുപടി, മുസ്ലിമായിക്കോ, നിനക്ക് നേരായിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകം ഇങ്ങനെയാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മുസ്ലിമായിക്കോ, നേരായിട്ടുണ്ട്. അയാൾക്ക് അന്നേരം മനസ്സിലായി, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറയും മുമ്പേ ഈ മഹാന്റെ ഖൽബിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാൻ മുസ്ലിം ആവട്ടെ. അള്ളാഹു തആല അവരാദരിക്കുകയാണ്. അള്ളാഹു തരം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെടുന്ന ഹുബ്ബ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖൽബ് അങ്ങോട്ട് ശുദ്ധമായാൽ, ഖൽബ് ശുദ്ധമായി കഴിഞ്ഞാൽ അള്ളാഹു പലതും നമുക്ക് കാണിച്ചു തരും, പലതും കാണിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, പിശാച് നിങ്ങളുടെ ഖൽബുകൾക്കിടയിൽ മറവിരിച്ചില്ലായിരുന്നുവെങ്കിൽ ലനളർതും ഇലാ മലകൂതിസ് സമാ, അല്ലാഹുവിന്റെ അദൃശ്യ ലോകം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേനെ. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്യുമ്പോ
തീർച്ചയായും നമ്മുടെ കൽബിന് അല്ലാഹു മറതരും, നമ്മുടെ കൽബിന് കറുപ്പ് വരും, നമ്മുടെ കൽബിന് അതിന്റെ ശുദ്ധി നഷ്ടപ്പെടുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ അദൃശ്യ ലോകം നോക്കിക്കാണാൻ സാധിക്കുമായിരുന്നേനെ. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഖൽബിനെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അള്ളാഹു നൽകുന്ന മറ്റൊരു സവിശേഷമായ പ്രത്യേകതയാണ് ഇൽഹാം എന്ന് പറയുന്നത്. വഹിയല്ല, ഇൽഹാം. അള്ളാഹു മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക. ചില വിഷയം മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കുക. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ടപ്പോ അവരുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അറിയില്ലല്ലോ ഈ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തും, ഫറോവയുടെ ആളുകൾ വന്ന് കൊല്ലുമല്ലോ. ആ നേരത്താണ് അല്ലാഹുവിന്റെ വഹി വരുന്നത്. വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇ. മൂസ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നമ്മൾ വഹി കൊടുത്തു. അൻ അർദിഇഹി, മൂസ നബിക്ക് പാല് കൊടുത്തോളൂ ഉമ്മ. فإذا خفت عليه فألقيه في اليم. പേടി തോന്നുകയാണെങ്കിൽ ആ കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടോളൂ. ولا تخافي ولا تحزني, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, സങ്കടപ്പെടണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. ഈ കുഞ്ഞിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരികയും ഈ കുഞ്ഞിനെ ഞാൻ പ്രവാചകനാക്കുകയും ചെയ്യും ഉമ്മ. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തതല്ല. ഈ വഹി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഖൽബിൽ അല്ലാഹു ഇങ്ങനെ നിരന്തരം തോന്നിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്തേക്കാ ആരോ പറയുന്ന പോലെ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസ നബിയെ ഗർഭം ധരിച്ചിരിക്കുമ്പോ പ്രസവവേദന വന്നപ്പോ അല്ലാഹു പറഞ്ഞുവല്ലോ, വഹുസീ ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയാ ഫകുലി വശ്റബി വഖർരി ഐനാ. മറിയമേ, ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, ആ ഉണങ്ങിയ ഈത്തപ്പന നിങ്ങളൊന്ന് പിടിച്ചു കുലുക്കിക്കോളൂ. ശൈത്യകാലമാണെന്ന് ഈസ നബിയെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഈത്തപ്പഴം കായ്ക്കുന്ന കാലമല്ല. അതുമല്ല, ഈ ഈത്തപ്പന ഫലസ്തീനിലാണ്, മരുഭൂമിയിലുമല്ല. ആ ഈത്തപ്പന ഒന്ന് കുലുക്കിക്കോളൂ. തുസാഖിത് അലൈകി റുതബൻ ജനിയാ, മനോഹരമായ ഈത്തപ്പഴം നിങ്ങൾക്ക് വീഴ്ന്നു കിട്ടും. ഫകുലി വശ്റബി വഖർരി ഐനാ, മറിയമേ തിന്നോളൂ, കുടിച്ചോളൂ, കണ്ണഞ്ചിക്കോളൂ, പ്രയാസപ്പെടണ്ട എന്ന് മറിയം ബീവിയോട് ആരാ പറഞ്ഞത്? ഇൽഹാം. അള്ളാഹു തോന്നിപ്പിക്കുകയാണ് ഉണ്ടായത്. മറിയം ബീവിയോട് അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. മുഅ്മിനത്തുകളായ ആളുകളാണിത്. ഈസ നബിയുടെ ഉമ്മയാണിത്. ബനു ഇസ്രായേലിൽ കഴിഞ്ഞുപോയ ഉമ്മത്ത് ബനി ഇസ്രായേലിലെ സ്ത്രീയാണ് മറിയം റളിയല്ലാഹു അൻഹ. അങ്ങനെയാണെങ്കിൽ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾക്ക്, അള്ളാഹുവിനെ പേടിക്കുന്ന പെണ്ണുങ്ങൾക്ക് അള്ളാഹു തആല ഇൽഹാം നൽകും പല വിഷയങ്ങളും. ഉമ്മ മരിക്കാറായത് മക്കൾക്ക് അള്ളാഹു സ്വപ്ന ദർശനം കൊടുക്കും. വാപ്പാക്ക് അപകടം വരുന്നത് ഉമ്മയുടെ സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. ഭർത്താവിന് വല്ലതും സംഭവിക്കുന്ന ഭാര്യ കാണുന്നുണ്ട്. ഇങ്ങനെ ഇൽഹാം, ഖൽബ് ശുദ്ധിയാകുമ്പോൾ അള്ളാഹു ഇൽഹാം നൽകുന്നുണ്ട്. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, മാലാഖമാരാണ്, മലക്കുകളാണ് നിങ്ങളോട് വന്നത് പറയുന്നത്. وأما لمة الملك فإعاد بالخير وتصديق بالحق. മലക്കുകൾ വന്നിങ്ങനെ പറഞ്ഞുതരും, ഇന്നാലിന്ന കാര്യം അങ്ങനെ ചെയ്തേക്ക് കേട്ടോ, നീ ഇങ്ങനെ ചെയ്തേക്ക്. ഫമൻ വജദ ദാലിക, അങ്ങനെ ആർക്കെങ്കിലും ഖൈർ മനസ്സിന്റെ ഉള്ളിൽ ആരൊക്കെയോ തോന്നിപ്പിക്കുന്നത് അറിയാൻ കഴിഞ്ഞാൽ, ഫൽയഅലം അന്നഹു മിനല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് അറിയണേ. വൽയഹ്മദില്ലാഹ്, അല്ലാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറയണം. ഫഖറുദ്ദീൻ അർ-റാസി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചു. മറിയം ബീവിയുടെ وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ
വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയമേ എന്ന് മാലാഖമാർ വിളിച്ചു ചോദിച്ച നേരം മറിയം ബീവി റളിയല്ലാഹു അൻഹ നബിയല്ലല്ലോ, എന്നിട്ടും മാലാഖമാര് വന്നു. മാലാഖമാര് പറഞ്ഞു കൊടുക്കുക, മലക്കുകൾ പ്രത്യക്ഷത്തിൽ തന്നെ വന്നു പറയുന്നതാണ്. മനസ്സിൽ തോന്നിപ്പിക്കും, അല്ലെങ്കിൽ കൺമുമ്പിൽ വന്ന് പറയും. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഒരു ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോകുന്നു തൊട്ടടുത്ത നാട്ടിലേക്ക്. ഒരു മണിക്കോത്തുകാരൻ കിട്ട് മുട്ടന്തല വന്നു. മുട്ടന്തലക്കാരൻ കുളവയൽക്ക് പോയി. എന്തിനാ പോയതെന്നറിയോ? ചായ കുടിക്കാനല്ല, സ്നേഹത്തിന്റെ പേരിൽ ആ കൂട്ടുകാരനെ സന്ദർശിക്കാൻ, സൗഹൃദം പുതുക്കാൻ. എന്തെങ്കിലും പൈസ കിട്ടാനോ കടം ചോദിച്ചത് വാങ്ങിച്ച് തിരിച്ചു മേടിക്കാനോ ഒന്നുമല്ല. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അയാളെ ഒന്ന് കണ്ട് സലാം പറയാൻ വേണ്ടി പോയതാണ്. ഉദാഹരണം പറയാം. അങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി ചെന്നപ്പോ ആ പോകുന്ന വഴിക്കൊരു മലക്കിനെ അള്ളാഹു നിയോഗിച്ചു. മനുഷ്യരൂപത്തിൽ വന്നു. ആ മലക്ക് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ തൊട്ടടുത്ത മഹല്ലിലെ ഇന്നാലിന്ന ഒരാളെ കാണാൻ വേണ്ടി പോവാൻ. എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിയാണോ പോണത്? എന്തെങ്കിലും പൈസ വല്ലതും കിട്ടാനുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ ഉദ്ദേശിച്ച് എനിക്ക് അയാളോട് ഇഷ്ടമാണ്. പൈസ വയ്ക്കാനൊന്നല്ല, ഒരു ഗുണം ഉദ്ദേശിച്ചിട്ടല്ല, എനിക്ക് അള്ളാഹുവിനെ ഉദ്ദേശിച്ച അയാളോട് ഇഷ്ടമാണ്. ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യരൂപം കൊണ്ടുവന്ന മാലാഖ പറഞ്ഞു, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ. നിങ്ങൾ അയാളെ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സ്നേഹിച്ചതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ അള്ളാഹു ഏൽപ്പിച്ച മാലാഖയാണ് ഞാൻ എന്ന് ഒരു മനുഷ്യരൂപം കൊണ്ടുവന്ന് ആ മനുഷ്യനോട് മലക്ക് സംസാരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നേരം വൈകുന്നുണ്ടോ? സമയം വൈകുന്നുണ്ടോ? ഇല്ല, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മുമ്പ് കൂടെ ബക്കറ്റൊക്കെ വന്നോ? നിങ്ങൾ ബക്കറ്റ് കണ്ടിട്ട് പോവാ? എന്ത് ചെയ്യാ? അതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറിലാക്കി തരട്ടെ, അല്ലാഹു ജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة. الله പറയുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്ത് 30-31 ആയത്തുകൾ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ സ്രഷ്ടാവ്, ഞങ്ങളെ പടച്ചവൻ, ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചവർ, ദൈവങ്ങളല്ല, വിഗ്രഹങ്ങളല്ല, ബഹുദൈവങ്ങളല്ല, അല്ലാഹു എന്ന ഏകനായ പടച്ചവനാണ്. എന്നിട്ട് ഇസ്ലാമിന്റെ നേർവഴിയിൽ ജീവിക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ അരികത്തിറങ്ങി വരും. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടരുത്. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് കേട്ടോ. അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. മരിക്കുന്ന നേരത്താണ് മലക്കുകൾ സ്വർഗ്ഗം കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നാണ്. എന്നാൽ ഈ മലക്കുകളുടെ ഇടപെടൽ മരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ? അല്ല. മലക്കുകൾ എന്താ പറയുന്നത്? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും നിങ്ങളുടെ സഹായികളായി ഞങ്ങളുണ്ട്. നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. ആര്? മാലാഖമാർ. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. എവിടെയൊക്കെ? ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ ജീവിക്കുമ്പോഴും
വഫിൽ ആഖിറ, പരലോകത്തും ഇങ്ങനെ മലക്കുകളുടെ നിരന്തരമായ ഇടപെടലുകൾ മുഅ്മിനീങ്ങളായ ആളുകൾക്കുണ്ടാവുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ ഇതിനെ സംബന്ധിച്ചാണ് ഇൽഹാമുകളെന്നോ മലക്കുകളുടെ സഹായമെന്നോ പറയുന്നത്. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിയുടെ സ്വഹാബിയാണ്. ഇമ്രാൻ എന്നവർക്ക് വളരെ വിഷമമുള്ള അസുഖമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് പൈൽസ് സംബന്ധമായ പ്രയാസം വന്നിരുന്നു. ഒരുപാട് കാലം വിഷമിച്ചിട്ടുണ്ട് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ തീ വെക്കുന്ന ചികിത്സയുണ്ട്. ഇഖ്തിവാ എന്ന് പറയും. കയ്യ് ബിന്നാർ, തീ വെക്കുക, കരിച്ചു കളയ. നമ്മളൊക്കെ ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളയില്ലേ എന്ന പോലെ കരിച്ചു കളയ. ആ ഒരു ചികിത്സ ചെയ്തപ്പോൾ അല്ലാഹു തആല അങ്ങോട്ട് ശിഫയാക്കി കൊടുത്തു. മഹാനായ ഇമ്രാൻ എന്നവർ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ അസുഖം നീ എനിക്ക് തിരിച്ചു തരണമേ. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തു പറ്റി? ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഇന്നി മുഹദ്ദിസുക. മഹാനായ മിത്റഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് പറഞ്ഞു, ഇമ്രാൻ എന്നവർ പറഞ്ഞു, ഇന്നി മുഹദ്ദിസുക, ഞാൻ പറഞ്ഞു തരാം, ഫഇൻ ഇശ്തു ഫക്തും അന്നി, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ആരോടും പറയരുതേ. പറയാൻ പോവാണ് ഒരു കാര്യം, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരോടും പറയരുത്. വഇൻ മിത്തു ഫഹദ്ദിസ് ബിഹാ ഇൻ ശിഅത, ഞാൻ മരിച്ചതിന്റെ ശേഷം വേണമെങ്കിൽ നീ പറഞ്ഞേക്കണം എന്തുകൊണ്ടാണ് എന്റെ രോഗം തിരിച്ചു വേണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ കാരണം. ഇന്നഹു ഖദ് സുല്ലിമ അലയ്യ, എല്ലാ രാത്രിയിലും അല്ലാഹുവിന്റെ മലക്കുകൾ എന്റെ കൈപിടിച്ച് അസ്സലാമു അലൈക യാ ഇമ്രാൻ, ഇമ്രാനെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ എന്നോട് വന്ന് സലാം പറയാറുണ്ട്. രോഗിയായി കിടക്കുന്ന സമയത്ത് രോഗം മാറിയപ്പോ മലക്കുകൾ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, എനിക്ക് പഴയ അസുഖം തന്നെ ആയിക്കോട്ടെ, ഞാൻ സഹിച്ചു കൊള്ളാം. മലക്കുകളുടെ സലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, മാലാഖമാർ എന്നോട് സലാം പറഞ്ഞിട്ടുണ്ട്. ആര് പറയാണ്? സ്വഹാബി ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ആരോടും പറയരുത്. അങ്ങനെയാ ഇന്നൊക്കെ പത്രത്തിൽ അടിച്ചു വിടല്ലേ കറാമത്ത് എന്ന് പറഞ്ഞിട്ട്. ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്, പൂഴ്ത്തി വെക്കണം എന്നാണ്, മറച്ചു പിടിക്കണം എന്നാണ്, സ്വകാര്യമാക്കി വെക്കണം. ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ പറഞ്ഞോ, എന്റെ മരണശേഷം ജീവിച്ചിരിക്കുന്ന കാലം പറയല്ലേ. ഞാൻ എന്റെ രോഗം അല്ലാഹുവിനോട് തിരിച്ചു ചോദിച്ചത്, എനിക്ക് മലാഖമാരുടെ സലാം കിട്ടാറുണ്ട്, മലക്കുകൾ എന്നോട് സലാം പറയാറുണ്ടെന്ന് മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു നൽകുന്ന മദദാണ്, അല്ലാഹു നൽകുന്ന സഹായമാണത്. അല്ലാഹു തആല അവന്റെ മുഅ്മിനീങ്ങളെ ഇൽഹാമു കൊണ്ട് സഹായിക്കും, മലക്കുകളെ ഇറക്കി കൊടുത്ത് സഹായിക്കും. പിന്നെയോ കറാമത്തുകൾ കൊടുക്കും. എന്താണ് കറാമത്തുകൾ എന്ന് പറഞ്ഞാൽ? കറാമത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളുടെ കയ്യാൽ, അമ്പിയാക്കന്മാരല്ലാത്തവർ, അമ്പിയാക്കന്മാർക്ക് അസാധാരണമായ കഴിവുകൾ അല്ലാഹു നൽകുന്നതിനെ മുഅ്ജിസത്ത് എന്നാണ് വിളിക്കുന്നത്. അത് ഔലിയാക്കന്മാർക്കോ സ്വഹാബികൾക്കോ താബിഈങ്ങൾക്കോ ശേഷമുള്ള ആളുകൾക്കോ സ്വാലിഹീങ്ങളുടെ കയ്യിൽ അത്ഭുതങ്ങൾ കണ്ടാൽ അതിനെ വിളിക്കുന്നത് കറാമത്ത് എന്നാണ്. ഇനി തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെ കയ്യിലും ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ കണ്ടെന്ന് വരും. അതിന് ഇസ്തിദ്റാജ് എന്നാണ് പറയാ. അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി കൊടുക്കണതാ. പച്ചയായ പിശാചിനെ ആരാധിക്കുന്ന ആളിന്റെ കയ്യിൽ അത്ഭുതം കണ്ടാൽ അതിന്റെ പേര് ഇസ്തിദ്റാജ് എന്നാണ്. അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇസ്തിദ്റാജ് അത്ഭുതം കാണിക്കുന്നവരൊക്കെ ഔലിയാക്കന്മാരാന്ന് വിചാരിക്കേണ്ട. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ കയ്യാലെ അള്ളാഹു കാണിക്കുന്ന അത്ഭുതങ്ങളാണ് കറാമത്തുകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് സ്ഥിരപ്പെടുത്തിയ വിഷയമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിൽ എമ്പാടും അത് വന്നിട്ടുണ്ട്. സ്വഹാബകളിൽ സംഭവിച്ചിട്ടുണ്ട്, താബിഈങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കുന്നത് ബിദ്അത്താണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് മഹാനായ സുലൈമാൻ നബി ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം വേണമെന്ന് പറഞ്ഞപ്പോ, ഫലസ്തീനിലാണ് സുലൈമാൻ നബിയുടെ ആസ്ഥാനം. ഫലസ്തീൻ ഇന്നത്തെ ജെറൂസലേം, അവിടെയാണ് സുലൈമാൻ നബിയുടെ ആസ്ഥാനം. യമൻ കിടക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്, സൗത്ത് ഈസ്റ്റിന്റെ അങ്ങേയറ്റത്ത്. ഇവിടെയാണ് ഫലസ്തീൻ. സൗദി അറേബ്യ ക്രോസ് ചെയ്തിട്ട് വേണം യമനിലേക്ക് ഇറങ്ങണമെങ്കിൽ. സഭ അവിടെയാണ്. അവിടെയുള്ള രാജ്ഞിയുടെ കൊട്ടാരം നിമിഷ നേരം കൊണ്ട് ഇങ്ങോട്ട്
ഫലസ്തീനിലേക്ക് എത്തണമെന്ന് സുലൈമാൻ നബി പറഞ്ഞപ്പോഴാണ് ജിന്നുകളിൽപ്പെട്ട ജയന്റായ മഹാജിന്ന് പറഞ്ഞതെന്ത്? ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. 1 മണിക്കൂർ നേരം കൊണ്ട് ഞാൻ കൊണ്ടുവന്നു തരാം. എങ്ങനെ? ഒരു സിംഹാസനം, ഒരു കട്ടിലോ ഒരു ചെയറോ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ റെയിൽവേ ക്രോസും കഴിഞ്ഞിട്ട് വരണ്ടേ? ഇത് എന്താ കൊണ്ടിരിക്കണെന്നറിയോ? ബിൽഖീസ് രാജ്ഞിയുടെ ത്രോൺ. എവിടുന്ന്? സബയിൽ നിന്ന്, ഷീബയിൽ നിന്ന്. ഷീബ എവിടെയാണ്? യമനിൽ. എവിടേക്ക് പോണം? സൗദി അറേബ്യ മൊത്തം ക്രോസ് ചെയ്തിട്ട് ജോർഡാനും കടന്ന് വേണം ഫലസ്തീനിലെത്താൻ. മിനിമം 3000-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. സുലൈമാൻ നബി പറഞ്ഞു പോരാ, വളരെ പെട്ടെന്ന് വേണം. സൂറത്തുൻ നംലിലെ 40-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് സുലൈമാൻ നബിയുടെ സദസ്സിലുണ്ടായിരുന്ന ഒരു മനുഷ്യന് നടന്ന കറാമത്താണ്. സൂറത്തുൻ നംലിലെ 40-ാമത്തെ ആയത്ത്, അതാണ് നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി أنا آتيك به قبل أن يرتد إليك طرفك. സുലൈമാൻ നബിയെ, അങ്ങ് കണ്ണ് ചിമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. ആര് പറഞ്ഞു? قال الذي عنده علم من الكتاب. അല്ലാഹുവിന്റെ കിതാബിൽ ഇൽമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു. മുഫസ്സിരീങ്ങൾ ജുംഹൂർ, ബഹുഭൂരിപക്ഷം മുഫസ്സിരീങ്ങൾ പറയുന്നു ആ മനുഷ്യന്റെ പേര് ആസഫ് ഇബ്നു ബർഖിയ എന്നായിരുന്നു. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം. ഇതാണ് കറാമത്ത്. മനുഷ്യന് കഴിയോത്? കണ്ണ് ചിമ്മി തുറക്കും മുമ്പ് അള്ളാഹു കാണിച്ചു കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യന് അള്ളാഹു തആല ഇങ്ങനെ ഒരു കറാമത്ത് നൽകിയത് അള്ളാഹു തആല സൂറത്തുൻ നംലിൽ പറയുന്നു. സൂറത്തു ആലി ഇംറാനിൽ മറിയം ബീവിക്ക് അള്ളാഹു നൽകിയ കറാമത്ത് പറയുന്നുണ്ട്. ആലി ഇംറാനിലെ 37-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലമാ ദഖല അലൈഹാ സകരിയ്യൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ قالت هو من عند الله. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട ഉമ്മ ഹന്നത്ത് ബീവി മറിയം ബീവിയെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായെ പള്ളിയിലേക്ക് നേർച്ചയാക്കിയിരിക്കുകയാണ്. അവിടുത്തെ പരിപാലനത്തിന് അവരുടെ മതാചാര പ്രകാരം അങ്ങനെ ഒരു ചടങ്ങുണ്ട്. മറിയം ബീവി ആ മിഹ്റാബിൽ ഒറ്റക്കിരിക്കുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാം എന്ന തന്റെ ബന്ധുവും തന്റെ രക്ഷിതാവുമായ സക്കരിയ നബി മിഹ്റാബിലേക്ക് വരുമ്പോഴെല്ലാം കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, whenever, എപ്പോഴെല്ലാം സക്കരിയ നബി മിഹ്റാബിലേക്ക് വരുന്നുണ്ടോ വജദ ഇൻദഹാ റിസ്ഖാ, മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്. ഉഷ്ണകാലത്ത് കിട്ടാത്ത പഴം മറിയം ബീവിയുടെ കയ്യിൽ, ശൈത്യകാലത്ത് കിട്ടാത്ത പഴം മറിയം ബീവിയുടെ റൂമിലുണ്ട്. ഖാല, സക്കരിയ നബി ചോദിച്ചു, യാ മറിയമു, മറിയമേ, അന്നാ ലകി ഹാദാ, എവിടുന്നാണ് മറിയമേ നിങ്ങൾക്കിതൊക്കെ കിട്ടിയത്? ഖാലത്, മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്. കഴിഞ്ഞു. അല്ലാഹു തന്നതാണ്, ആരും കൊണ്ടുവന്നതല്ല.